ഓക്കെ, നമ്മുടെ കോളേജ് സ്റ്റുഡൻസുകൾ കുറച്ച് പേര് നമുക്ക് എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടതാണ്, സാറേ ടെക്സ്റ്റിൽ ഏതൊക്കെയാണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ, ടെക്സ്റ്റിൻ്റെ ഓരോ മോഡ്യൂൾ വൈസ് പറഞ്ഞു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ മെക്കാനിക്കലിൽ കുറച്ച് പിള്ളേർ ചോദിച്ച്, അതിലും പ്രത്യേകിച്ച് മെക്കാനിക്കലിൻ്റെ ക്ലാസ് റെപ്രസെൻറ്റേറ്റീവ് അർജുൻ പല പ്രാവശ്യം ചോദിച്ചായിരുന്നു ഇങ്ങനെ ഇതൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ. അപ്പോൾ ഇന്ന് ഞാൻ ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് മോഡ്യൂൾ എടുക്കുകയാണ്. നമ്മുടെ ടെക്സ്റ്റിൽ ഞാൻ നിങ്ങൾക്ക് തന്ന ആ ടെക്സ്റ്റിൽ എന്തൊക്കെയാണ് ഞാൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണ്. അപ്പോൾ നിങ്ങളതൊന്ന് ക്ലിയർ ആയിട്ട് നോക്കിയിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ നമുക്ക് വരുന്ന 5 മോഡ്യൂൾസ് അതിൻ്റെ ടെക്സ്റ്റിലിരിക്കുന്ന ഇമ്പോർട്ടൻസ് ഏരിയ പറഞ്ഞുതരാം. ഏതൊക്കെയാണ് നമുക്കിപ്പോൾ വിട്ടുകളയാം, അതായത് എന്തൊക്കെ വേണ്ട എന്നുള്ള കാര്യങ്ങൾ നമുക്കിപ്പോൾ പറയുകയും ചെയ്യാം. അതുകൊണ്ട് ഈ ക്ലാസ് വളരെ പ്രധാനമാണ്, നിങ്ങൾ പഠിക്കാൻ ഒത്തിരി ഹെൽപ്ഫുള്ളായിരിക്കും. ഓക്കെ, ഇത് ആൾറെഡി നമുക്ക് ഓൺലൈൻ ക്ലാസ്സിൽ പഠിപ്പിച്ചുള്ള ഏരിയ ആണ്, പക്ഷേ എന്തായാലും ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് പേജ് നമ്പർ 1 പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്, അതിൻ്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞിരിക്കുന്നത്. ആ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണ്, ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഏത് ഫംഗ്ഷനെയാണ് നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു ആ ഫംഗ്ഷനെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയും. ഡിപ്പെൻഡൻറ്റ് ഏത് ഫംഗ്ഷൻ കൊണ്ടാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് അതിനെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയും. ഓക്കെ, ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിൽ നമുക്ക് ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ വരാൻ പാടില്ല, ഒന്നിൻ്റെ കൂടുതൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ വരണം. ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ വന്നാൽ ഇസറ്റ് എന്ത് ചെയ്യും, ഒരു വേരിയബിൾ മാത്രം ഡിപ്പെൻഡ് ചെയ്യും. അവിടെ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ആവശ്യമില്ല. ഒന്നിൻ്റെ കൂടുതൽ വേരിയബിൾ ഡിപ്പെൻഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ആവശ്യം വരുന്നത്. പൊതുവായിട്ട് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് ഇസറ്റാണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് എടുക്കുന്നത്, എക്സിനെയും വൈയുമാണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസായി എടുക്കുന്നത്. അപ്പോൾ ഇസറ്റിനെ എക്സ് കൊണ്ടും വൈ കൊണ്ടും പാർഷ്യലി ഡിഫറൻഷ്യേറ്റ് ചെയ്തിരിക്കും. സോ അതാണ് തുടക്കത്തിൽ തന്നിരിക്കുന്ന ഡെഫിനേഷനിൽ. ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആകുമ്പോൾ അതിൻ്റെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് അറ്റ്ലീസ്റ്റ് 2 ആയിരിക്കണം, അതിൻ്റെ ഡെറിവേറ്റീവ്സ് ഒക്കെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആയിരിക്കണം. ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അതിൽ എക്സാമ്പിൾസ് അതേക്കുറിച്ച് തന്നിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഡിഗ്രിയും ഓർഡറും. ഫസ്റ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ എത്ര പ്രാവശ്യമാണ് മാക്സിമം എത്ര പ്രാവശ്യമാണ് ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ വരുന്ന ഡെറിവേറ്റീവ്സ്, അതായത് എത്ര പ്രാവശ്യമാണ് മാക്സിമം ഡിഫറൻഷ്യേറ്റ് ചെയ്തിരിക്കുന്നത്, അതിനാണ് ഓർഡർ എന്ന് പറയും. മാക്സിമം എത്ര പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ പവർ എന്താണ്, അതിനാണ് ഡിഗ്രി എന്ന് പറയുന്നത്. അത് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് എഴുതിയിരിക്കുന്ന ലാസ്റ്റ് പേജിൽ നമുക്ക് ഈ ചാപ്റ്ററിൽ ഈ ചാപ്റ്ററിൽ ഇസറ്റെയാണ് നമുക്ക് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയും. ഇസറ്റ് എതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, എക്സിനെയും വൈനെയും ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ എക്സും വൈ ഇവിടെ എന്താണ്, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആണ്. ഇത് നമ്മുടെ ഫസ്റ്റ് പേജിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പേജ് നമ്പർ പേജ് നമ്പർ 2 ഒരു ചെറിയ നൊട്ടേഷൻസ്, അത് സ്റ്റാൻഡേർഡ് നൊട്ടേഷനാണ്. അത് പി എന്ന് പറയുമ്പോൾ ഡോ ഇസഡ് ബൈ ഡോ എക്സ് ആണ്, ക്യൂ എന്ന് പറഞ്ഞാൽ ഡോ ഇസഡ് ബൈ ഡോ വൈ ആണ്, അതുപോലെ ആർ എന്ന് പറഞ്ഞാൽ ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ എക്സ് സ്ക്വയർ ആണ്, എസ് എന്ന് പറഞ്ഞാൽ ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ എക്സ് ഡോ വൈ, അല്ലെങ്കിൽ ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ വൈ ഡോ എക്സ്. ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ എക്സ് ഡോ വൈ എന്ന മീനിങ് എന്താണ്, ഇസറ്റിന് വൈക്ക് ഫസ്റ്റ് പാർഷ്യൽ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് പിന്നെ എക്സിന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഫംഗ്ഷനെ വൈക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് എക്സിന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നതും എക്സിന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് പിന്നെ വൈക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്തതും സെയിം തന്നെയാണ്. അതാണ് ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ എക്സ് ഡോ വൈ ഈക്വൽ ടു ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ വൈ ഡോ എക്സ് ആണ്. ആ സിമ്പിളിൻ്റെ നൊട്ടേഷൻ എസ് എന്നാണ് എടുക്കുന്നത്. പിന്നെ ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ വൈ സ്ക്വയർ, അതിന് നമുക്ക് എടുക്കുന്ന സിമ്പിൾ ടി ആണ്, അതിനെടുക്കുന്ന സിമ്പിൾ ആർ ആണ്. ഫസ്റ്റ് നമുക്ക് ആറല്ല, ലാസ്റ്റ് ഞാൻ പറഞ്ഞൊരു കാര്യം, അതിനെടുക്കുന്നത് ടി തന്നെയാണ്. അപ്പോൾ ഡോ ഇസഡ് ബൈ ഡോ എക്സ് ഈക്വൽ ടു പി, ഡോ ഇസഡ് ബൈ ഡോ വൈ ഈക്വൽ ടു ക്യൂ, പിന്നെ ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ എക്സ് സ്ക്വയർ ഈക്വൽ ടു ആർ, പിന്നെ ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ വൈ സ്ക്വയർ ഈക്വൽ ടു ടി, പിന്നെ ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ എക്സ് ഡോ വൈ അല്ലെങ്കിൽ ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ വൈ ഡോ എക്സ്, ഇതിനെടുക്കുന്ന സിമ്പിൾ എസ് ആണ്. ഓക്കെ, അപ്പോൾ ആ നൊട്ടേഷൻസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ സിലബസ് തുടങ്ങുന്നത് ഫാർമേഷൻ ഓഫ് PDE ബൈ എലിമിനേറ്റിംഗ് ആർബിട്രറി കോൺസ്റ്റൻസിനെ എലിമിനേറ്റ് എങ്ങനെയാണ് നമുക്ക് PDE ഫോം ചെയ്യണം, അതാണ് നമ്മുടെ സിലബസ് തുടങ്ങുന്നത്. അതിൽ നമ്മുടെ കയ്യിൽ ഫസ്റ്റ് നമ്മൾ എടുത്തിരിക്കുന്ന ആ 1.2ൻ്റെ ഫസ്റ്റ് നമ്മുടെ കയ്യിൽ ഒരു ഫംഗ്ഷൻ ഇരിക്കുക. ആ ഫംഗ്ഷനകത്ത് 2 ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് എക്സും വൈയും ഉണ്ട്, പിന്നെ ഇസറ്റ് ഡിപ്പെൻഡൻറ്റ് വേരിയബിളാണ്, പിന്നെ നമുക്ക് എലിമിനേറ്റ് ചെയ്യേണ്ട കോൺസ്റ്റൻറ്റും 2 ആണ്, എയും ബിയുമാണ്. അവിടെ നേരത്തെ ഇരിക്കുന്നത് എയും ബിയുമാണ്. ഇപ്പോൾ ഇവിടെ നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസും 2 ആണ്, എലിമിനേറ്റ് ചെയ്യേണ്ട കോൺസ്റ്റൻറ്റും 2 ആണ്. സോ ഇങ്ങനെ വരികയാണെങ്കിൽ ആ ഫംഗ്ഷനെ ഒരു പ്രാവശ്യം എക്സിന് പാർഷ്യലായി ഡിഫറൻഷ്യേറ്റ് ചെയ്യണം.
പിന്നെ ഒരു പ്രാവശ്യം വൈക്ക് പാർഷ്യൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. സോ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്താ, എക്സിന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോഴും വൈക്ക് പാർഷ്യൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം, പുതിയ 2 ഇക്വേഷൻസ് കൂടെ കിട്ടും. ആൾറെഡി നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന ഗിവൺ ഫംഗ്ഷൻ, പിന്നെ ഇപ്പോൾ പാർഷ്യൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ 2 ഫംഗ്ഷൻസ്, ഈ 3 ഫംഗ്ഷനെ യൂസ് ചെയ്ത് എയിനെയും ബിയിനെയും എലിമിനേറ്റ് ചെയ്ത് എയും ബിയും ഇല്ലാതെ ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോം ചെയ്യണം. അപ്പം നിൻ്റെ മൈൻഡിൽ ഒരു ഡൗട്ട് വരാം, അറ്റ് എ ടൈം 3 ഇക്വേഷനെയും യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, നിർബന്ധമില്ല. ഏതെങ്കിലും ഒരു ഇക്വേഷനെ കൊണ്ട് തന്നെ നമുക്ക് കോൺസ്റ്റൻ്റ് ഇല്ലാതെ ഒരു ഇക്വേഷൻ ഫോം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതും ഒരു പി ഡി ആണ്. 2 ഇക്വേഷൻസ് യൂസ് ചെയ്യുകയാണെങ്കിൽ പി ഡി ആണ്. ചിലപ്പോൾ 3 ഇക്വേഷൻസ് യൂസ് ചെയ്യേണ്ടി വരികയാണെങ്കിൽ അതും പി ഡി ആണ്. അപ്പോൾ നമ്മുടെ എയിം എന്താണ്, തന്നിരിക്കുന്ന ഗിവൺ ഫംഗ്ഷനിലെ നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഇവിടെ എക്സും വൈയുമാണ്, 2 ആണ്. എലിമിനേറ്റഡ് നമ്പർ ഓഫ് കോൺസ്റ്റൻറ്റ് ഇവിടെ എയും ബിയുമാണ്, അതും 2 ആണ്. അപ്പോൾ നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസും നമ്പർ ഓഫ് ആർബിട്രറി കോൺസ്റ്റൻറ്റും സെയിം ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡർ ഒന്നായിരിക്കും. എന്താണ് വർക്കിംഗ് റൂളിൽ, തന്നിരിക്കുന്ന ഗിവൺ ഫംഗ്ഷനെ എക്സിനും വൈയിനും ഓരോ പ്രാവശ്യം പാർഷ്യൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അങ്ങനെ നമുക്ക് 2 more ഇക്വേഷൻസ് കിട്ടും. പിന്നെ ഫസ്റ്റ് ഗിവൺ ഇക്വേഷനെയും പിന്നെ ഇപ്പോൾ കിട്ടിയ 2 more ഇക്വേഷനെയും യൂസ് ചെയ്ത് എന്ത് ചെയ്യണം, ഇപ്പോൾ കിട്ടിയ 2 ഇക്വേഷൻസിനെ യൂസ് ചെയ്ത് എന്ത് ചെയ്യണം, ആ എയും ബിയും ഇല്ലാത്തൊരു ഇക്വേഷൻ ഫോം ചെയ്യണം. ഇതാണ് അവിടുത്തെ വർക്കിംഗ് റൂൾ. സപ്പോസ് എലിമിനേറ്റഡ് ആർബിട്രറി കോൺസ്റ്റൻറ്റ്സ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിനെക്കാട്ടിലും കൂടുതലാണെങ്കിൽ നമുക്കെന്താണ്, ആ സെക്കൻഡോ അല്ലെങ്കിൽ ഹയർ ആർഡോ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് നമ്മുടെ റിസൾട്ട് കിട്ടുന്നത്. അതാണ് ഫസ്റ്റ് എഴുതിയിരിക്കുന്ന വർക്കിംഗ് റൂൾ. വർക്കിംഗ് റൂൾ പറഞ്ഞാൽ മനസ്സിലാക്കി കാണും, വായിച്ച് നമുക്ക് മനസ്സിലാക്കും. ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് ഫോം ദ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ബൈ എലിമിനേറ്റിംഗ് ആർബിട്രറി കോൺസ്റ്റൻറ്റ്സ് ഫ്രം ഇസെറ്റ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി പ്ലസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. ഇവിടെ നമ്പർ ഓഫ് ആർബിട്രറി കോൺസ്റ്റൻറ്റ് എന്താണ്, 2 ആണ്. ഏതൊക്കെയാണ്, എയും ബിയുമാണ്. സോറി, എയും ബിയുമാണ്. നമ്പർ ഓഫ് ആർബിട്രറി കോൺസ്റ്റൻറ്റ് 2 ആണ്, എയും ബിയുമാണ്. നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് എക്സും വൈയുമാണ്. ഡിപെൻഡൻറ്റ് വേരിയബിൾ ഇസെറ്റാണ്. നമ്മുടെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് 2 ആണ്. നമ്പർ ഓഫ് ആർബിട്രറി കോൺസ്റ്റൻറ്റ് 2 ആണ്. അപ്പോൾ നമ്മൾ വർക്കിംഗ് റൂൾ എന്താണ്, കിട്ടുന്ന റിസൾട്ട് ഫസ്റ്റ് ഓർഡർ പി ഡി ആയിരിക്കും. ഇപ്പോൾ ഗിവൺ ഇക്വേഷൻ എന്ത് ചെയ്യണം, എക്സിന് ഒരു വർഷം പാർഷ്യൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം, അതുപോലെ വൈക്ക് ഒരു വർഷം പാർഷ്യൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. സോ അത് അവിടെ എഴുതിയിരിക്കുന്നത് എക്സിന് പാർഷ്യൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഡോ ഇസെറ്റ് ബൈ ഡോ എക്സ് ഈക്വൽ ടു എ എക്സിൻ്റെ ഡെറിവേറ്റീവ് എ ആണ്. ബാക്കി എക്സ് ആണ് അവിടെ വേരിയബിൾ, ബാക്കി ടൈമൊക്കെ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് പി ഈക്വൽ ടു എ എന്ന് വരും. സിമിലർലി വിത്ത് റെസ്പെക്റ്റ് പി ഈക്വൽ ടു എ എന്ന് വരാൻ കാരണം എന്താണ്, ആ നൊട്ടേഷനിൽ ജസ്റ്റ് മുമ്പ് ഈ പേജിൽ തന്നെ തുടക്കത്തിൽ എഴുതിയിരിക്കുന്നത് എന്താണ്, പി ഡോ ഇസെറ്റ് ബൈ ഡോ എക്സ് എന്ന് പറയുന്നതും പി എന്ന് പറയുന്നത് സെയിം ആണ്. സിമിലർലി വിത്ത് റെസ്പെക്റ്റ് ഒയ്ക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഡോ ഇസെറ്റ് ബൈ ഡോ ഒ ഈക്വൽ എന്താവും, നമുക്ക് അവിടെ ബി എന്നാവും അല്ലേ. ഡോ ഇസെറ്റ് ബൈ ഡോ ഒയുടെ വാല്യൂ ബി ആണ്. അങ്ങനെ ക്യൂ ഈക്വൽ ടു ബി ആയി. ഇപ്പോൾ നമ്മുടെ കയ്യിൽ 3 ഇക്വേഷൻസ് ഉണ്ട്. ഫസ്റ്റ് ഇക്വേഷൻ, സെക്കൻഡ് ഇക്വേഷൻ, തേർഡ് ഇക്വേഷൻ. ഈ 3 ഇക്വേഷനിൽ ഏതെങ്കിലും ഇക്വേഷനെ 3 ഇക്വേഷനെ അറ്റ് എ ടൈം യൂസ് ചെയ്തോ നമുക്ക് എയും ബിയും ഇല്ലാതെ ഇക്വേഷൻ ഫോം ചെയ്യണം. എന്ത് ചെയ്യാം, സെക്കൻഡ് ഇക്വേഷനിൽ നിന്നും എയുടെ വാല്യൂ കിട്ടും, പി ആണ്. തേർഡ് ഇക്വേഷനിൽ നിന്നും ബിയുടെ വാല്യൂ കിട്ടും, ക്യൂ ആണ്. ഇതിനെ ഫസ്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയല്ലോ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും, എയും ബിയും ഇല്ലാതെ ഒരു പുതിയ ഇക്വേഷൻ കിട്ടും. ആ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇസെറ്റ് ഈക്വൽ ടു പി എക്സ് പ്ലസ് ക്യൂ എ പ്ലസ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ. ഇത് എന്തുകൊണ്ട് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്? പി എന്ന് പറഞ്ഞാൽ ഡോ ഇസെറ്റ് ബൈ ഡോ എക്സ്. അല്ലെങ്കിൽ ഇത് ഈ ഇക്വേഷൻ എങ്ങനെ റീറൈറ്റ് ചെയ്യാം, ഇസെറ്റ് ഈക്വൽ ടു ഡോ ഇസെറ്റ് ബൈ എക്സ് ഇൻറ്റു ഡോ ഇസെറ്റ് ബൈ ഡോ എക്സ് പ്ലസ് വൈ ഇൻറ്റു ഡോ ഇസെറ്റ് ബൈ ഡോ വൈ പ്ലസ് ഡോ ഇസെറ്റ് ബൈ ഡോ എക്സ് ദ ഹോൾ സ്ക്വയർ പ്ലസ് ഡോ ഇസെറ്റ് ബൈ ഡോ വൈ ദ ഹോൾ സ്ക്വയർ. കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, പി എന്ന് പറയുന്നത് ത്രൂ ഔട്ടായിട്ട് ഈ ചാപ്റ്ററിൽ ഡോ ഇസെറ്റ് ബൈ ഡോ എക്സ് ആണ്. ക്യൂ എന്ന് പറയുന്നത് ഈ ത്രൂ ഔട്ട് ചാപ്റ്ററിൽ ഡോ ഇസെറ്റ് ബൈ ഡോ വൈ ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്, ഫസ്റ്റ് ഓർഡർ പി ഡി ഇ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് ആർബിട്രറി കോൺസ്റ്റൻറ്റ്, നമ്പർ ഓഫ് ഏതൊക്കെയാണ്, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് രണ്ടും സെയിം ആണ്. ആർബിട്രറി കോൺസ്റ്റൻറ്റ് എയും ബിയും, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് എക്സ് വൈ ആണ്. ഫസ്റ്റ് പ്രോബ്ലമാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അതുപോലെ ഫോർമേഷൻ ഓഫ് പി ഡി ഇ ബൈ എലിമിനേറ്റിംഗ് ആർബിട്രറി കോൺസ്റ്റൻറ്റ് എ ആൻഡ് ബി ഫ്രം ഇസെറ്റ് ഈക്വൽ ടു എ സ്ക്വയർ എക്സ് പ്ലസ് ബി സ്ക്വയർ വൈ പ്ലസ് എ ബി ആണ്. സോ സെക്കൻഡ് ഇക്വേഷൻ നമുക്ക് ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യണം, എയും ബിയും ഇല്ലാതെ ഒരു ഇക്വേഷൻ ഫോം ചെയ്യണം. ഇവിടെ നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് എത്രയാണ്, 2 ആണ്, എക്സ് വൈയും. നമ്പർ ഓഫ് ആർബിട്രറി കോൺസ്റ്റൻറ്റ് എത്രയാണ്, അത് എയും ബിയും 2 ആണ്. ഒരു കേരള യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ കൂടിയാണ്. നീ തന്നെ ചെയ്ത് നോക്കാൻ പറയും. ഒരു പ്രാവശ്യം വിത്ത് റെസ്പെക്ട് എക്സിന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന പിയുടെ വാല്യൂ എ സ്ക്വയർ ആണ്. അതായത് ഡോ ഇസെറ്റ് ബൈ ഡോ എക്സിൻ്റെ വാല്യൂ എ സ്ക്വയർ. എക്സിന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ബാക്കി ടൈം വൈയും ബാക്കി ടൈമൊക്കെ എല്ലാം കോൺസ്റ്റൻ്റ് ആണ്, എക്സ് മാത്രമാണ് വേരിയബിൾ, നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. പിന്നെ വിത്ത് റെസ്പെക്ട് വൈക്ക് പാർഷ്യൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ക്യൂ ഈക്വൽ ടു ബി സ്ക്വയർ ആണ്. അപ്പോൾ എവിടെയൊക്കെ എ സ്ക്വയർ വരുന്നു അവിടെ പി ഇടാം, എവിടെയൊക്കെ ബി സ്ക്വയർ വരുന്നു അവിടെ ക്യൂ ഇടാം. അപ്പോൾ എക്ക് വേറെ എന്തിടും, സ്ക്വയർ റൂട്ട് ഓഫ് പി ഇടും.
ബിക്ക് പകരം എന്ത് കിട്ടും? സ്ക്വയർ റൂട്ട് ഓഫ് ക്യൂ ഇടും. അങ്ങനെ ഇടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ PDE കിട്ടും. സോ അതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, വളരെ എളുപ്പമാണ്. തേർഡ് ക്വസ്റ്റ്യനും കേരള യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യനാണ്. ഫോം എ PDE ബൈ എലിമിനേറ്റിംഗ് ആർബിട്രറി കോൺസ്റ്റന്റ് A and B ഫ്രം Z ഈക്വൽ ടു X പ്ലസ് A ഇൻറ്റു Y പ്ലസ് B ആണ്. ഓക്കെ, ഇവിടെയും ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് 2, ആർബിട്രറി കോൺസ്റ്റന്റ് 2 ആണ്. അപ്പോൾ എക്സിന് ഒരു പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യും. എക്സിന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ X പ്ലസ് Y ഇൻറ്റു Y പ്ലസ് B ആണ് Z കിടക്കുന്നത്. അപ്പോൾ ഡോ Z ബൈ ഡോ X എന്താവും? X 1 ആകും, പിന്നെ A കോൺസ്റ്റൻറ്റ് 0 ആകും, പിന്നെ Y പ്ലസ് B അതിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുന്ന ടേമാണ്. ആ ടേം അങ്ങനെ തന്നെ ആയിരിക്കും. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഡോ Z ബൈ ഡോ X ഈക്വൽ ടു Y പ്ലസ് B എന്ന് കിട്ടുന്നത്. അങ്ങനെ നമ്മുടെ പിയുടെ വാല്യൂ Y പ്ലസ് B ആണ്. സിമിലർലി വിത്ത് റെസ്പെക്ട് Yക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ X പ്ലസ് A കോൺസ്റ്റൻ്റ് ആണ്, Y പ്ലസ് ബീനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ Y 1 ആണ്, ഇൻറ്റു ആണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് X പ്ലസ് A കൂടെ വരും. X പ്ലസ് A ഇൻറ്റു കോൺസ്റ്റൻ്റ് ഇൻറ്റു Y പ്ലസ് ബീൻ്റെ ഡെറിവേറ്റീവ് Y 1 ആണ്, B 0 ആണ്. അങ്ങനെ നിനക്ക് എന്ത് കിട്ടും? Y പ്ലസ് ബി എന്താണ് വിത്ത് റെസ്പെക്ട് Yക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ X പ്ലസ് A കോൺസ്റ്റൻ്റ് ആണ്, Yനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 1ഉം ബീൻ്റെ ഡെറിവേറ്റീവ് 0. അങ്ങനെ എന്ത് കിട്ടും നമുക്ക്? ഡോ Z ബൈ ഡോ ഈക്വൽ ടു X പ്ലസ് A, അങ്ങനെ Q ഈക്വൽ ടു X പ്ലസ് A എന്ന് കിട്ടും. ഓക്കെ, ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? സെക്കൻഡ് ഇക്വേഷനിൽ നിന്നും ബിയുടെ വാല്യൂ കാണാം, തേർഡ് ഇക്വേഷനിൽ നിന്ന് എയുടെ വാല്യൂ കാണാം. കണ്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇത്രയും കറങ്ങുന്നതിന് പകരം എവിടെ X പ്ലസ് A വരുന്നോ, അതായത് തേർഡ് ഇക്വേഷൻ ക്ലിയർ ആണ് നോക്ക്, X പ്ലസ് A വരുന്നോ അവിടെ ക്യൂവും Y പ്ലസ് B വരുന്നിടത്തിൽ നമുക്ക് പിയും ഇട്ടാൽ പോരെ? രണ്ടും സെയിം തന്നെ ആൻസർ കിട്ടും. ജസ്റ്റ് ചുറ്റി എന്തിനും നമ്മൾ വരുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന, തന്നിരിക്കുന്ന ഗിവൺ ഇക്വേഷനിൽ X പ്ലസ് A വരുന്ന ഇടത്തിൽ ക്യൂവും Y പ്ലസ് B വരുന്ന ഇടത്തിൽ ഞാൻ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു? പിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. നമ്മുടെ എയിം എന്താണ്? എയും ബിയും വരാൻ പാടില്ല, അതില്ലാതെ ഒരു PDE ഫോം ചെയ്യണം. സോ അങ്ങനെ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ നമുക്ക് Y ഈക്വൽ ടു QP എന്ന് കിട്ടും. അതിനെ ഞാൻ PQ എന്ന് എഴുതിയിരിക്കുകയാണ്. ഓക്കെ, അതിൽ എക്സാമ്പിൾ 1.4 ഫോം എ PDE ബൈ എലിമിനേറ്റ് ആർബിട്രറി കോൺസ്റ്റന്റ് A and B ഫോം U ഈക്വൽ ടു X സ്ക്വയർ പ്ലസ് A സ്ക്വയർ ഇൻറ്റു Y സ്ക്വയർ പ്ലസ് B സ്ക്വയർ. അതേ സെയിം ക്വസ്റ്റൻ ആണ്. X സ്ക്വയർ പ്ലസ് A സ്ക്വയർ പ്ലസ് ഇൻറ്റു Y സ്ക്വയർ പ്ലസ് B സ്ക്വയർ ആണ്. ഇവിടെ വിത്ത് റെസ്പെക്ട് എക്സിന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ X സ്ക്വയർ 2X എന്നാവും, പിന്നെ A സ്ക്വയർ എന്നാണ് 0 ആവും. അതിൻ്റെ ഇൻറ്റു ആയതുകൊണ്ട് Y സ്ക്വയർ പ്ലസ് B സ്ക്വയർ ഉണ്ടായിരിക്കും. അങ്ങനെ 2X ഇൻറ്റു Y സ്ക്വയർ പ്ലസ് B സ്ക്വയർ ആണ്. അങ്ങനെ P ഈക്വൽ ടു 2X ഇൻറ്റു Y സ്ക്വയർ പ്ലസ് B സ്ക്വയർ. സിമിലർലി അതുപോലെ നമുക്ക് വിത്ത് റെസ്പെക്ട് Yക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ Q ഈക്വൽ ടു 2Y ഇൻറ്റു എന്ത് കിട്ടും? നമുക്ക് X സ്ക്വയർ പ്ലസ് A സ്ക്വയർ കിട്ടും. X സ്ക്വയർ പ്ലസ് A സ്ക്വയറിനെ കീപ്പ് ചെയ്യണം. പിന്നെ നമുക്ക് ഏതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം? Y സ്ക്വയർ പ്ലസ് B സ്ക്വയറിന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ Y സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2Y, പിന്നെ പ്ലസ് B സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 0. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും? 2Y ഇൻറ്റു X സ്ക്വയർ പ്ലസ് A സ്ക്വയർ എന്ന് കിട്ടും. ഇപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ എയിം എന്താണ്? എയും ബിനെയും കളയണം. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് A സ്ക്വയർ കണ്ട് തേർഡ് ഇക്വേഷനിൽ നിന്നും A സ്ക്വയർ കണ്ട് സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് B സ്ക്വയർ കാണുന്നതിന് പകരം തേർഡ് ഇക്വേഷനിൽ നിന്ന് ഡയറക്റ്റായിട്ട് X സ്ക്വയർ പ്ലസ് A സ്ക്വയറിൻ്റെ വാല്യൂ കാണാൻ പറ്റും. സെക്കൻഡ് ഇക്വേഷൻ ഡയറക്റ്റായിട്ട് എന്ത് കാണാൻ പറ്റും? Y സ്ക്വയർ പ്ലസ് B സ്ക്വയർ കാണാൻ പറ്റും. ജസ്റ്റ് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ? സോ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പെട്ടെന്ന് എളുപ്പത്തിൽ തീർക്കാൻ പറ്റും. സോ അങ്ങനെ എക്സാമ്പിൾ 1.4 അതാണ്. എക്സാമ്പിൾ 1.5 ഫൈൻഡ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ആൾ സ്പിയർ ഹൂസ് സെൻറ്റർ ലൈ ഓൺ ദ Z ആക്സിസ്. അപ്പോൾ Z ആക്സിസിൽ നിന്നും ഏത് പോയിൻ്റ് എടുക്കുകയാണെങ്കിലും എന്തായിരിക്കും? എക്സിൻ്റെ വാല്യൂ 0 ആയിരിക്കും, Yൻ്റെ വാല്യൂ 0 ആയിരിക്കും. പിന്നെ Z ആക്സിസിൽ ഏതെങ്കിലും ഒരു ആർബിട്രറി ആയിട്ട് ഏത് വാല്യൂ എടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ എടുക്കുന്നത് Z ആക്സിസിൽ നമുക്ക് അതിൻ്റെ സെൻറ്റർ ആയതുകൊണ്ട് അത് എടുക്കുന്നത് 0,0,C ആണ്. പിന്നെ ഇവിടെ നമുക്ക് എന്ത് ഫൈൻഡ് ആൾ സ്പിയർ, റേഡിയസിനെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ റേഡിയസ് നമുക്ക് ആർബിട്രറി ആയിട്ട് നമ്മുടെ ഇഷ്ടപ്രകാരം ചൂസ് ചെയ്യാം. ഇഷ്ടപ്രകാരം ചൂസ് ചെയ്യുന്ന കോൺസ്റ്റൻ്റാണ് ആർബിട്രറി കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത്. Z ആക്സിസിൽ നിന്നും ഞാൻ C എടുക്കുന്നത് എൻ്റെ ഇഷ്ടപ്രകാരം എടുക്കുന്ന ഒരു പോയിൻ്റാണ്. Z ആക്സിൽ 1, 2, 3, 4 അല്ലെങ്കിൽ 1.1 അങ്ങനെ ഒത്തിരി പോകും. സോ അതുപോലെ ഞാൻ എന്തെടുക്കുന്നത്? Z ആക്സിസിൽ C എന്ന് എടുക്കുന്നത്. അപ്പോൾ C എന്ന് പറയുന്നത് എന്താണ്? ഒരു ആർബിട്രറി കോൺസ്റ്റൻ്റ് ആണ്. അതുപോലെ റേഡിയസ് ഇവിടെ പറഞ്ഞിട്ടില്ല. റേഡിയസ് ഞാൻ ആർബിട്രറി ആയിട്ട് ചൂസ് ചെയ്യുന്നു. എന്തെന്നും എ എന്ന് ചൂസ് ചെയ്യുന്നു. ഒരു സ്പിയറുടെ അത് തന്നെ എ എന്ന് ചൂസ് ചെയ്യുന്നു. ഒരു സ്പിയറുടെ സെൻറ്റർ ആൽഫ ബീറ്റ ഗാമ റേഡിയസ് 6 ആണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ X - ആൽഫ ദ ഹോൾ സ്ക്വയർ പ്ലസ്
y മൈനസ് ബീറ്റ ദ ഹോൾ സ്ക്വയർ പ്ലസ് ഇസഡ് മൈനസ് ഗാമ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ എന്ന് വരും. ഇവിടെ സെൻറ്റർ 0,0,c, കാര്യം ഇസഡ് ആക്സിസിലാണ് പോയിൻ്റ് ഇരിക്കുന്നത്. സോ അതിൻ്റെ റേഡിയസ് എന്നെടുത്ത് എ സ്ക്വയർ എന്നെടുത്ത് സോ അപ്പോൾ എന്താ കിട്ടും? സ്പീഡ് ഇക്വേഷൻ എക്സ് മൈനസ് 0 ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 0 ദ ഹോൾ സ്ക്വയർ പ്ലസ് ഇസഡ് മൈനസ് സി ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ. ഓക്കെ, അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് മൈനസ് സി ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ. അപ്പോൾ ഇവിടെ നമുക്ക് ആർബിട്രറി കോൺസ്റ്റൻ്റ് ഏതാണ്? നമുക്കായിട്ട് ഇഷ്ടപ്രകാരം ചൂസ് ചെയ്തതാണ് ഒരു സിയും ഒരു എയുമാണ്. അപ്പോൾ അത് ആർബിട്രറി കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ സിനെയും എയിനെയും എലിമിനേറ്റ് ചെയ്ത് ഒരു ഇക്വേഷൻ ഫോം ചെയ്യണം. അപ്പോൾ നമ്പർ ഓഫ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഇവിടെ നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഇവിടെ എക്സും വൈയുമാണ്, അത് 2 ആണ്. ആർബിട്രറി കോൺസ്റ്റൻറ്റ് 2 ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഫസ്റ്റ് ഓർഡർ പി ഡി ആണ്. എക്സിന് ഒരു പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്ത് അതിൽ വൈക്ക് ഒരു പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ഡിഫറൻസിയേഷൻ നിനക്കറിയാം, കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. 2x ആവും, പിന്നെ y സ്ക്വയർ 0 ആവും. ഇസഡ് മൈനസ് സിൻ്റെ ഡെറിവേറ്റീവ് അത് ഒരു എക്സ് സ്ക്വയറിൻ്റെ ഫാമാണ്. കാരണം ഇസഡ് എന്ന് പറയുന്നത് ഡിപ്പെൻഡൻറ്റ് വേരിയബിളാണ്. ഇസഡിൻ്റെ അകത്ത് തന്നെ എക്സും വൈയും കിടക്കുക. കാര്യം ഇസഡ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എതിനെയാണ്? എക്സും വൈയുമാണ്. ഞാൻ പേജ് നമ്പർ 1.1 അവസാനം പറഞ്ഞിട്ടുണ്ട്. ത്രൂ ഔട്ടാണ് ഈ ചാപ്റ്ററിൽ ഇസഡ് എന്ന് പറയുന്നത് ഡിപ്പെൻഡൻറ്റ് വേരിയബിളാണ്. അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് എക്സിന് വൈനാണ്. അപ്പോൾ ഇസഡിൻ്റെ അകത്ത് എന്ത് കിടക്കുന്നത്? എക്സും ഉണ്ട് വൈയും ഉണ്ട്. അപ്പോൾ ഇസഡ് മൈനസ് സി ദ ഹോൾ സ്ക്വയർ കോൺസ്റ്റൻ്റ് എടുക്കാൻ പറ്റില്ല. കാരണം ഇസഡ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എതിനെയാണ്? എക്സിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നു, വൈനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇസഡ് മൈനസ് സി ദ ഹോൾ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ഒരു എക്സ് സ്ക്വയറിൻ്റെ ഫാം ആയതുകൊണ്ട് 2x, അങ്ങനെ ദറ്റ് ഈസ് 2 ഇൻറ്റു ഇസഡ് മൈനസ് സി ഇൻറ്റു ഇസഡ് മൈനസ് സിനെ വിത്ത് റെസ്പെക്ട് എക്സിന് പാർഷ്യൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഇസഡിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? ഡോ ഇസഡ് ബൈ ഡോ എക്സ് ആണ്. സി കോൺസ്റ്റൻ്റ്. അങ്ങനെയാണ് നമുക്ക് എന്ത് വരുന്നത്? അവിടെ വരുന്ന ടേം 2x പ്ലസ് 2 ഇൻറ്റു ഇസഡ് മൈനസ് സി ഇൻറ്റു ഡോ ഇസഡ് ബൈ ഡോ എക്സ്. ഇപ്പോൾ ഡോ ഇസഡ് ബൈ ഡോ എക്സിന് വരും നമുക്ക് ആ സിമ്പിൾ പി ഇട്ട് സിമിലർലി അതേ സെയിമാണ് വിത്ത് റെസ്പെക്ട് വൈക്ക് ചെയ്തത്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ, സെക്കൻഡ് ഇക്വേഷൻ, തേർഡ് ഇക്വേഷൻ ഇരിക്കുകയാണ്. ഞാൻ ഇവിടെ ഫസ്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്യുന്നില്ല. വേണമെങ്കിൽ ഫസ്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇസഡ് മൈനസ് എ ദ ഹോൾ സ്ക്വയറിൻ്റെ വാല്യൂ കണ്ടിട്ട് ഇസഡ് മൈനസ് സിയുടെ വാല്യൂ കണ്ടിട്ട് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എ സ്ക്വയറിനെ കളയാൻ പറ്റില്ല. കാര്യം സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് തേർഡ് ഇക്വേഷനിൽ നിന്നും നമുക്ക് കിട്ടുന്നത് ഇസഡ് മൈനസ് സിയുടെ വാല്യൂ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ ആൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഫസ്റ്റ് 3 ഇക്വേഷൻ യൂസ് ചെയ്യുന്നു, കമ്പൽസറി അല്ല. ഞാൻ ഇപ്പോൾ എന്ത് ചെയ്യുന്നു? സെക്കൻഡും തേർഡ് ഇക്വേഷനെ യൂസ് ചെയ്യുന്നു. സെക്കൻഡ് ഇക്വേഷനിൽ ഇസഡ് മൈനസ് സിയുടെ വാല്യൂ കാണുന്നു, തേർഡ് ഇക്വേഷനിൽ ഇസഡ് മൈനസ് സിയുടെ വാല്യൂ കാണുന്നു. രണ്ടും കണ്ടീഷൻ ലെഫ്റ്റ് സൈഡും സെയിം ആയതുകൊണ്ട് റൈറ്റ് സൈഡും സെയിം ആണ്. അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷനിൽ ഏതില്ല? എയും ബിയും ഇല്ല. അപ്പോൾ നമ്മുടെ മെയിൻ എയിം എന്ന് പറയുന്നത് നമുക്ക് ഫോം ചെയ്യുന്ന പി ഡിയിൽ വേണമെങ്കിൽ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ 2 ഇക്വേഷൻസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ 3 ഇക്വേഷൻസ് യൂസ് ചെയ്യാം. നമ്മുടെ എയിം എന്താണ്? നമുക്ക് കാണുന്ന ഇക്വേഷനകത്ത് ആർബിട്രറി കോൺസ്റ്റൻറ്റ് വരാൻ പാടില്ല. ആ കോൺസ്റ്റൻറ്റിൽ അതൊരു പി ഡി ഫോം ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലത്തിൽ ഫസ്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്തില്ല. ഓക്കെ, അടുത്ത പ്രോബ്ലം എന്ന് പറയുമ്പോൾ ഫോം എ പി ഡി. പേജ് നമ്പർ 5, എക്സാമ്പിൾ 1.6. Form the PDE from x square plus y square plus z minus 3 the whole square equal to a square. അപ്പോൾ ഇവിടെ നമുക്ക് ഒന്നും പറഞ്ഞിട്ടില്ല. ഫോം എ പി ഡി ഫ്രം എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് മൈനസ് സി ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ. നിങ്ങൾ മനസ്സിലാക്കി കാണും, ഇവിടെ സി എ ആർബിട്രറി കോൺസ്റ്റൻ്റ് ആണ്, ഇസഡ് ഡിപ്പെൻഡൻറ്റ് വേരിയബിളാണ്, എക്സ് വൈയും ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആണ്. അപ്പോൾ 2 ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്, നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് 2 ആണ്. എലിമിനേറ്റ് ആർബിട്രറി കോൺസ്റ്റൻറ്റ് സിയും എയും 2 ആണ്. ജസ്റ്റ് മുമ്പുള്ള ക്വസ്റ്റനാണ്, അതുപോലെ ചെയ്ത് ആൻസർ കാണുക. അതാണ് സിമിലർ ടു ദ എബോ എക്സാമ്പിൾസ്. അടുത്ത എക്സാമ്പിൾ 1.7 KTUവിൻ്റെ ക്വസ്റ്റനാണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് ചോദിക്കുമ്പോൾ 1.6, 1.5, 1.7 ഇതൊക്കെയെല്ലാം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. 1.7 പറഞ്ഞത് ഫൈൻഡ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ആൾ സ്പിയർ ഓഫ് ഫിക്സഡ് റേഡിയസ്. ഫിക്സഡ് റേഡിയസ് ആകുമ്പോൾ നമ്മുടെ ആർബിട്രറി നമ്മുടെ ഇഷ്ടപ്രകാരം ചൂസ് ചെയ്യാൻ പറ്റൂല. നമുക്ക് ഒരു പ്രാവശ്യം ചൂസ് ചെയ്താണ്, അത് നമുക്ക് ആർബിട്രറി ചൂസ് ചെയ്യുന്നില്ല. ഫിക്സഡ് റേഡിയസ് ആണ്. ഇപ്പോൾ 1 ആയിരിക്കാം, 2 ആയിരിക്കാം. 2 ആണെങ്കിൽ തന്നിരിക്കുന്ന സ്പിയറിൻ്റെ റേഡിയസ് കംപ്ലീറ്റ് ആയിട്ട് 2 തന്നെയാണ്, ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. അത് ആർബിട്രറി അറിയാലല്ല. ഒരു ആർബിട്രറി കോൺസ്റ്റൻ്റ് ആകുമ്പോൾ നമ്മൾ ഇഷ്ടം പോലെ ചൂസ് ചെയ്യുന്നതാണ് ആർബിട്രറി കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത്. ഫിക്സഡ് കോൺസ്റ്റൻ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു കോൺസ്റ്റൻ്റ് ഫിക്സ് ചെയ്താൽ മാറ്റാൻ പറ്റില്ല, അത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഫൈൻഡ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ആൾ സ്പിയർ ഓഫ് ഫിക്സഡ് റേഡിയസ് ഫിക്സ് ചെയ്തായിരിക്കുന്നത്. ഹൂസ്
ഹാവിങ് ദെയർ സെൻറ്റർ ഇൻ ദ എക്സ് വൈ പ്ലെയിൻ. സെൻറ്റർ എവിടെ നിന്ന് എടുക്കുന്നത്? എക്സ് വൈ പ്ലെയിനിൽ എടുക്കുന്നത്. എക്സ് വൈ പ്ലെയിനിൽ ഒരു പോയിൻ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് അറിയാം ഇസറ്റിൻ്റെ വാല്യൂ 0 ആയിരിക്കും. എക്സും വൈയും കോർഡിനേറ്റ്സ് ഇതായിരിക്കാം, ഏത് വേണമെങ്കിൽ ഇരിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ എന്തെടുക്കുന്നത്? എനി പോയിൻ്റ് ഇൻ ദ എക്സ് വൈ പ്ലെയിൻ ഈസ് ഓഫ് ദി ഫാം. എന്താണ്? എക്സ് വൈ പ്ലെയിനിൽ നിന്ന് എവിടെ നിന്ന് എടുക്കുക, പക്ഷേ ഇസറ്റിൻ്റെ വാല്യൂ 0 ആണ്. അത് എയും ബിയുമാണ് എടുത്ത്. പിന്നെ എക്സ് വൈ പ്ലെയിൻ ആയതുകൊണ്ട് ഇസറ്റിന് നമുക്ക് എന്ത് വേണ്ട? ഇസറ്റിന് വരുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ എന്താണ്? എ കമ്മ ബി കമ്മ സി 0 ആണ് നമ്മുടെ സെൻറ്റർ. റേഡിയസ് ഫിക്സ് ചെയ്തായിരിക്കുന്നത് അവിടെ എന്താണ്? r² ഇട്ട് നമ്മൾ ഇക്വേഷൻ അറിയാം. x മൈനസ് എ ദ ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് ബി ദ ഹോൾ സ്ക്വയർ പ്ലസ് ഇസറ്റ് മൈനസ് 0 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു r² ആണ്. ഇവിടെ ഈ പ്രോബ്ലത്തിൽ വളരെ ക്ലിയർ ആണ്. ആർബിട്രറി ആയിട്ട് നമ്മൾ ചൂസ് ചെയ്തത് എയിനെയും ബിനെയുമാണ്. ആർ എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്, അതൊരു ഫിക്സഡ് റേഡിയസ് ആണ്. അത് എലിമിനേറ്റ് ചെയ്യാൻ നമുക്ക് ഇവിടെ ആവശ്യമില്ല. ഇവിടെ നമുക്ക് എന്താണ്? നമ്മുടെ എയിം നമുക്ക് ചൂസ് ചെയ്ത ആർബിട്രറി ചൂസ് ചെയ്ത ആ എയിനെയും ബിനെയും എലിമിനേറ്റ് ചെയ്യാൻ മതി. ഇതിന് മുമ്പുള്ള പ്രോബ്ലത്തിൽ റേഡിയസ് എന്താണെന്ന് പറഞ്ഞിട്ടില്ല, അപ്പോൾ നമുക്ക് ആർബിട്രറി ചൂസ് ചെയ്തു. അതായത് എക്സാമ്പിൾ 1.5ൽ. ഓക്കെ, ഇവിടെ തന്നിരിക്കുന്ന ഇക്വേഷൻ നമുക്ക് എക്സ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ഈക്വൽ ടു r². നേരത്തെ ഉള്ള പോലെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് എക്സ് മൈനസ് എ ദ ഹോൾ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2 ഇൻറ്റു എക്സ് മൈനസ് എ. എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x പോലെ 2 ഇൻറ്റു എക്സ് മൈനസ് എ. പിന്നെ എന്ത് ചെയ്യണം? എക്സ് മൈനസ് എനെ ഒന്നുകൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. എക്സ് മൈനസ് എൻ്റെ ഡെറിവേറ്റീവ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. അങ്ങനെയാണ് 2 ഇൻറ്റു എക്സ് മൈനസ് എ മാത്രം വരുന്നത്. സെക്കൻഡ് ടൈം കംപ്ലീറ്റ് ആയതുകൊണ്ട് വൈൻ്റെ ടൈം ആയതുകൊണ്ട് വിത്ത് റെസ്പെക്ട് എക്സിൻ്റെ പാർഷ്യൽ ഡിഫറൻസ് ബൈ 0 ആവും. പിന്നെ ഇസഡ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ്, ഇസഡ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് നേരത്തെ പറഞ്ഞാണ്. ഇസഡ് എന്ന് പറഞ്ഞാൽ എക്സിനെ വൈനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന വേരിയബിളാണ്. അപ്പോൾ ഇസഡ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2z ആണ്. പക്ഷേ നമുക്ക് എക്സ് ആയിട്ട് കൺസിഡർ ചെയ്തത് ഇസഡ് ആണ്. അതിനെ ഒന്നുകൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് ഡോ ഇസഡ് ബൈ ഡോ എക്സ്. ഇപ്പോൾ എക്സ് മൈനസ് എ ദ ഹോൾ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 2 ഇൻറ്റു എക്സ് മൈനസ് എ. അതോടെ വിടുന്നില്ല നമുക്ക്. ആ എക്സ് മൈനസ് എനെ ഒന്നുകൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ 1 ആണ്. അതാണ് ഇടാത്തത്. ഇപ്പോൾ നമുക്ക് ഇസഡ് സ്ക്വയറിന് നമുക്ക് ഏതെന്ന് നിർത്തി? എക്സ് സ്ക്വയർ എന്ന് എടുത്തു. അതിൻ്റെ ഡെറിവേറ്റീവ് 2z ആണ്. ഇപ്പോൾ എക്സ് എന്ന് കൺസിഡർ ചെയ്തത് ഇസഡ് ഉണ്ടല്ലോ, അത് ഒന്നുകൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അങ്ങനെയാണ് ഡോ ഇസഡ് ബൈ ഡോ എക്സ് വരുന്നത്. സോ അതിൻ്റെ വാല്യൂ നമുക്ക് എന്തിട്ട് അവിടെ പി ഇട്ട് സിമിലർ നമുക്ക് എന്ത് ചെയ്ത് സെക്കൻഡ് ഇക്വേഷൻ കണ്ട്. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1, 2, 3 നിന്നും നമുക്ക് എന്ത് ചെയ്യണം? എയും ബിയും ഇല്ലാതെ ഇക്വേഷൻ ഫോം ചെയ്യണം. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? സെക്കൻഡ് ഇക്വേഷനിൽ നിന്നും ഡയറക്റ്റായിട്ട് എക്സ് മൈനസ് എയുടെ വാല്യൂ കാണാൻ പറ്റും. തേർഡ് ഇക്വേഷനിൽ നിന്നും വൈ മൈനസ് ബിയുടെ വാല്യൂ കാണാൻ പറ്റും. എക്സ് മൈനസ് എയുടെ വാല്യൂ വൈ മൈനസ് ബിയുടെ വാല്യൂ കണ്ട ശേഷം അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പിന്നെ ഇസഡ് സ്ക്വയർ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇസഡ് സ്ക്വയർ കോമൺ ആയിട്ട് പുറത്ത് വരും. അതിനെ പുറത്തെടുക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ്. അപ്പോൾ ഈ ഇക്വേഷനിൽ നമുക്ക് 3 ഇക്വേഷനും നിർബന്ധമായിട്ട് യൂസ് ചെയ്യേണ്ടി വരുന്നു. ഓക്കെ, അപ്പോൾ എത്ര ഇക്വേഷൻ വേണമെങ്കിൽ നമുക്ക് അറ്റ് ടൈം യൂസ് ചെയ്യണമെന്ന് നമുക്ക് നമ്മുടെ എയിം എന്താണ്? കാൺസ്റ്റൻ്റ് ഇല്ലാതൊരു ഇക്വേഷൻ ഫോം ചെയ്യുക. ഇവിടെ നമുക്ക് 3 ഇക്വേഷൻ അറ്റ് എ ടൈം യൂസ് ചെയ്യേണ്ടി വരുന്നു. പിന്നെ എക്സാമ്പിൾ 1.8 form the partial differential by equation by eliminating the arbitrary constant a and b from x minus a the whole square plus y minus b the whole square plus z square equal to 1. അതേ സെയിം ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ 1 എന്ന് പറയുന്നത് ആർബിട്രറി കോൺസ്റ്റൻ്റ് അല്ല, ഫിക്സഡ് കോൺസ്റ്റൻ്റ് ആണ്. നേരത്തെ ജസ്റ്റ് മുമ്പ് പറഞ്ഞ പോലെ. അപ്പോൾ ഇവിടെ എലിമിനേറ്റ് ചെയ്യേണ്ടത് ഏതാണ്? എയിനെയും ബിയിനെയും എലിമിനേറ്റ് ചെയ്താൽ മതി. 1നെ എലിമിനേറ്റ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. കാര്യം അത് കോൺസ്റ്റൻ്റ് ആണ്. ആർബിട്രറിയുടെ ചൂസ് ചെയ്യാൻ പറ്റില്ല. 1 തന്നെയാണ്. അത് മനസ്സിലാക്കണം. അതുപോലെ എക്സാമ്പിൾ 1.9 form the partial differential equation by eliminating the arbitrary constants a and b from log of az minus 1 is equal to x plus ay plus b ആണ്. ഇതൊക്കെ ഞാനായിട്ട് അഡീഷണൽ ആയിട്ട് ചേർത്ത ക്വസ്റ്റ്യൻസ് ആണ്. നമുക്കൊരു ഫംഗ്ഷൻ്റെ ലാഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം 1/x ആണ്. പിന്നെ എക്സ് എന്ന് ഇതിനെ കൺസിഡർ ചെയ്തോ അതിനെ ഒന്നുകൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ഇപ്പോൾ ഇവിടെ ലാഗ് ഓഫ് എ ഇസഡ് പ്ലസ് ബി ഈക്വൽ ടു എക്സ് പ്ലസ് എ വൈ പ്ലസ് ബി ആകുമ്പോൾ വിത്ത് റെസ്പെക്ട് എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡ് എന്തായിരിക്കും? ലാഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x. അപ്പോൾ 1 ഇൻറ്റു എ ഇസഡ് മൈനസ് 1. പിന്നെ എക്സ് ആയിട്ട് കൺസിഡർ ചെയ്തത് എ ഇസഡ് മൈനസ് 1 ആണ്. അതിന് ഒന്നുകൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്താണ്? എ ഇൻറ്റു ഇസഡിൻ്റെ ഡെറിവേറ്റീവ് ഡോ ഇസഡ് ബൈ ഡോ എക്സ് ഈക്വൽ ടു 1. അങ്ങനെ എന്ത് കിട്ടും നമുക്ക് അവിടെ? എ ഇൻറ്റു ഡോ ഇസഡ് ബൈ ഡോ എക്സിൻ്റെ സിമ്പിൾ പി ആണ്. അപ്പോൾ എ പി ഡിവൈഡ് ബൈ എ ഇസഡ് മൈനസ് 1 ആയി. സിമിലർ നമുക്ക് എന്ത് ചെയ്ത് അവിടെ സെക്കൻഡ് വിത്ത് റെസ്പെക്ട് വൈക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് അവിടെ എന്ത് കിട്ടി? ക്യൂ ഈക്വൽ ടു എ ഇസഡ് മൈനസ് 1 ഈക്വൽ ടു 1 എന്ന് കിട്ടി. ഇനി തന്നെ ആലോചിച്ച് നോക്ക് എങ്ങനെയാണ് നമുക്ക് എയിനെയും കളയണം, അതുപോലെ അറ്റ് എ ടൈം ബിയിനെയും കളയണം.
എന്ത് ചെയ്യണം നിങ്ങൾ ആലോചിച്ചിട്ട് നിങ്ങൾ അതിന് ചെയ്യുക. എന്താണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ നിന്നും എന്താണ് നമ്മൾ ഫസ്റ്റ് ഇവിടെ ഇക്വേഷൻ നമ്പർ സെക്കൻഡും തേർഡും എടുക്കുകയാണെങ്കിൽ അവിടെ ബിയുടെ വാല്യൂ വരുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം, ഒന്നെങ്കിൽ തേർഡ് ഇക്വേഷനിൽ നിന്നും എയുടെ വാല്യൂ കണ്ട് സെക്കൻഡ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കാര്യം സെക്കൻഡ് ഇക്വേഷൻ തേർഡ് ഇക്വേഷനിൽ എ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് എയുടെ വാല്യൂ കണ്ട് തേർഡ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അല്ലെങ്കിൽ തേർഡ് ഇക്വേഷനിൽ നിന്നും എയുടെ വാല്യൂ കണ്ട് എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഫസ്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഞാനിവിടെ ചെയ്തിരിക്കുന്നത് ഇക്വേഷൻ നമ്പർ 2 നിന്നും എയുടെ വാല്യൂ കാണാൻ വേണ്ടി ലെഫ്റ്റ് സൈഡ് എടുത്ത് പിന്നെ റൈറ്റ് സൈഡ് എയിൻ്റെ ടേം എല്ലാം റൈറ്റ് സൈഡിൽ കൊണ്ടുപോയി ഇങ്ങനെ എന്നെ എ പി ഈക്വൽ ടു AZ -1 എ പിനെ ലെഫ്റ്റ് സൈഡ് എടുത്ത് -1 റൈറ്റ് സൈഡ് എടുക്കുക. അങ്ങനെ എന്താവും 1 is equal to AZ minus AP എന്നാവും. അവിടെ നമുക്ക് എ കോമൺ ആയിട്ട് എടുത്ത് ഇനി ചെയ്ത് നോക്കാം. സിംപ്ലിഫൈ ചെയ്യുന്ന രീതി എങ്ങനെയാണ്, നമുക്ക് എന്ത് വരും, ഫ്രം ഇക്വേഷൻ നമ്പർ 2 AP ഈക്വൽ ടു AZ -1 എന്നായി. അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്ത് ആ -1 ലെഫ്റ്റ് സൈഡ് എടുത്തു, പിന്നെ എ പിനെ റൈറ്റ് സൈഡ് എടുത്തു. അപ്പോൾ എന്ത് തന്നെ കിട്ടും, 1 is equal to AZ minus AP എന്നാവും. നമ്മുടെ എയുടെ വാല്യൂ കാണുന്നതാണ്. ആ എ എടുക്കുമ്പോൾ എന്ത് കിട്ടും നമുക്ക്, എ ഇൻറ്റു ഇസഡ് മൈനസ് 1 is equal to A ഇൻറ്റു ഇസഡ് മൈനസ് പി എന്നാവും. എ ഇൻറ്റു ഇസഡ് മൈനസ് പി എ കോമൺ ആയിട്ട് എടുക്കുമ്പോൾ ഇപ്പോൾ എയുടെ വാല്യൂ എന്താവും 1/Z minus പി. അത് ഷോർട്ടായിട്ട് അവിടെ എഴുതിയിരിക്കുന്നത്. അങ്ങനെ ആ എയുടെ വാല്യൂ എടുത്ത് ആ എയുടെ വാല്യൂവിനെ നമുക്ക് എവിടെ ഇടണം, തേർഡ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. തേർഡ് ഇക്വേഷനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് അവിടെ ഇസഡിന് വരുന്ന പ്ലേസിൽ എന്ത് ചെയ്ത് ഇസഡ് 1/Z minus പി ഇട്ട്. അങ്ങനെ AZ -1 എന്താവും Z/, ദറ്റ് ഈസ് 1 എക്ക് പകരം 1/Z minus പി ആണ്. ആ വാല്യൂ ഇട്ട് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ്. ഓക്കെ, വലിയ സംഭവമൊന്നുമില്ല. പിന്നെ എക്സാമ്പിൾ 1.10 ഫോം ദ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ബൈ എലിമിനേറ്റിംഗ് A and B ഫ്രം x minus A the whole square plus y minus B the whole square equal to Z² cot square alpha. അവിടെ അവൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് എലിമിനേറ്റിംഗ് ആർബിട്രറി കോൺസ്റ്റൻറ്റ് A and B എന്ന് മാത്രം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എയും ബിയുമാണ് ഇവിടുത്തെ കോൺസ്റ്റൻറ്റ്. ആ ആർബിട്രറി കോൺസ്റ്റൻറ്റ് കോൺസ്റ്റൻ്റ് ചൂസ് ചെയ്യുന്നത് ആർബിട്രറി കോൺസ്റ്റൻറ്റ് എയും ബിയുമാണ്. ആൽഫ നമുക്ക് കളയേണ്ട ആവശ്യമില്ല. കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്, ക്വസ്റ്റ്യൻ നോക്കിയാൽ അറിയാൻ പറ്റും. ഇതൊരു പണ്ട് കേരള യൂണിവേഴ്സിറ്റി എക്സാം ചോദിച്ച ക്വസ്റ്റ്യനാണ്. വിത്ത് റെസ്പെക്റ്റ് എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന നമുക്ക് ലെഫ്റ്റ് സൈഡ് വരുന്നത് 2 × x - A, പിന്നെ y - B the whole square വാല്യൂ 0 ആവും. Z² ഡെറിവേറ്റീവ് 2Z ആണ്. അതോടെ തീർന്നിട്ടില്ല. ഇസറ്റിൻ്റെ അകത്ത് എക്സും വൈയും ഉണ്ട്. Z² ഡെറിവേറ്റീവ് 2Z. പിന്നെ എക്സ് എന്ന് കൺസിഡർ ചെയ്ത് ആ ഇസറ്റിനെ ഒന്നുകൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ∂Z/∂x. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, 2 × x - A ഈക്വൽ ടു 2Z ഉണ്ട്, ∂Z/∂x ഉണ്ട്, cot square ആൽഫ എന്ന് കിട്ടുന്നു. അപ്പോൾ ഇവിടുത്തെ 2 ക്യാൻസൽ ആവും. പിന്നെ ആ സിമ്പിൾ ഇടുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു, x - A ഈക്വൽ ടു PZ into cot square alpha. Similarly, with respect to y ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ y - B ഈക്വൽ ടു QZ into cot square alpha. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് കിട്ടിയ x - Aയുടെ വാല്യൂ കിട്ടി, y - Bയുടെ വാല്യൂ കിട്ടി. അത് എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഇക്വേഷൻ നമ്പർ 1 നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 2 സൈഡ്സിൽ നിന്ന് ലെഫ്റ്റ് സൈഡിൽ എടുക്കുകയാണെങ്കിൽ Z² രണ്ടിലും കോമൺ ആണ്. പിന്നെ cot raised to 4 ആൽഫയും കോമൺ ആണ്. നമുക്കതിനെ പുറത്തെടുത്ത് റൈറ്റ് സൈഡിലിരിക്കുന്ന പുറത്തെടുക്കുമ്പോൾ റൈറ്റ് സൈഡിലിരിക്കുന്ന Z² കട്ടായി പോകും. ഇവിടെ cot raised to 4 നിന്നും cot² കട്ടായിട്ട് പോകും. സോ അങ്ങനെ നമ്മൾ എന്ത് കിട്ടുന്നു, cot square alpha ഇൻറ്റു പിന്നെ ബാക്കി റിമൈൻ ടൈം എന്നാണ് P² + Q² ഈക്വൽ ടു 1 ആവുന്നു. ദറ്റ് ഈസ് P² + Q² ഈക്വൽ ടു 1/cot square alpha. 1/cot square alpha-നെ tan² alpha എന്ന് എടുക്കാം. പറയുന്ന കാര്യം മനസ്സിലായി കാണും. ഒത്തിരി എളുപ്പം തന്നെ അവിടെ എല്ലാമേ ഡീറ്റെയിൽ ആയിട്ടിട്ടുണ്ട്. കോമൺ ആയിട്ട് എടുക്കേണ്ട ടൈം ലെഫ്റ്റ് സൈഡ് കോമൺ ആയിട്ട് എടുക്കുക, ക്യാൻസലാക്കുന്ന ടൈം ക്യാൻസലാക്കി, ബാക്കി ടൈം റൈറ്റ് സൈഡ് കൊണ്ടുപോയി, അത്രയേ ഉള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എക്സാമ്പിൾ 1.11 ഞാൻ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. കാര്യം എന്ന് പറയുമ്പോൾ അത് ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം ഇട്ട ക്വസ്റ്റ്യനാണ്. നേരത്തെ ഉള്ള പോലെ ജസ്റ്റ് നമുക്ക് എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു, വൈക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു, വൈക്ക് ഡിഫറൻഷ്യേറ്റേഷൻ നമുക്ക് അവിടെ നിന്ന് എന്താണ് A² വാല്യൂ കിട്ടുന്നു, അതുപോലെ B² വാല്യൂ കിട്ടുന്നു. അത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എത്രയേ ഉള്ളൂ. എക്സാമ്പിൾ 1.12 ഇതേ സെയിം ക്വസ്റ്റ്യൻ എക്സിന് പകരം വൈ ഇട്ട് വൈക്ക് പകരം എക്സ് ഇട്ട് KTUവിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എക്സാമ്പിൾ 1.12 കുറച്ചുകൂടെ ക്ലിയർ ആയി നോക്കുക. എക്സാമ്പിൾ 1.12 ഫോം ദ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ബൈ എലിമിനേറ്റിംഗ് ദ ആർബിട്രറി കോൺസ്റ്റന്റ് A and B ഫ്രം Z ഈക്വൽ ടു AX e⁻y പ്ലസ് 1/2 ഇൻറ്റു A² e⁻2y പ്ലസ് B ആണ്. പേജ് നമ്പർ 7 വരുന്നത്. ഓക്കെ, ഇതിൽ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് തന്നിരിക്കുന്ന ആർബിട്രറി കോൺസ്റ്റന്റ് ഏതാണ്,
എയും ഉണ്ട് ബിയും ഉണ്ട്. നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഏതൊക്കെയാണ്? എക്സും വൈയുമാണ്. അപ്പോൾ നമ്പർ ഓഫ് ആർബിട്രറി കോൺസ്റ്റൻറ്റും നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ സെയിം ആയതുകൊണ്ട് എന്താ കിട്ടുന്നത്? നമുക്ക് എക്സിനും വൈയിനും ഓരോ പ്രാവശ്യം പാർഷ്യലായി ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി. കാര്യം നമ്മൾക്ക് നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും നമ്പർ ഓഫ് ആർബിട്രറി കോൺസ്റ്റൻറ്റ് സെയിം ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഫസ്റ്റ് ഓർഡർ പി ഡി ആണ് കിട്ടുന്നത്. അപ്പോൾ എക്സിന് ഒരു പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യും, വൈന് ഒരു പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യും. എക്സിന് ഒരു പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഡോ ഇസഡ് ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു എക്സ് 1 ആകും. അപ്പോൾ എ ഇൻറ്റു ഇ റൈസ് ടു വൈ എന്നാകും. പിന്നെ അടുത്ത് വരുന്ന ടേമിൽ എവിടെ എക്സിൻ്റെ ടേം ഇല്ല. സോ അങ്ങനെ നമ്മുടെ ഡോ ഇസഡ് ബൈ ഡോ എക്സിൻ്റെ സിമ്പിൾ പി ആണ്. പി ഈക്വൽ ടു എ ഇൻറ്റു ഇ റൈസ് ടു വൈ ആയി. വിത്ത് റെസ്പെക്ട് ടു വൈക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ടേമിൽ എ എക്സ് കോൺസ്റ്റൻ്റ് ആണ്, ഇൻറ്റു ആയതുകൊണ്ട് എ എക്സ് അങ്ങനെ കീപ്പ് ചെയ്ത് ഇ റൈസ് ടു വൈനെ വിത്ത് റെസ്പെക്ട് ടു വൈക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഇ റൈസ് ടു വൈ തന്നെയാണ്. അപ്പോൾ എ എക്സ് ഇൻറ്റു ഇ റൈസ് ടു വൈ പ്ലസ് 1/2 ഇൻറ്റു എ സ്ക്വയർ കോൺസ്റ്റൻ്റ് ആണ്. ഇ റൈസ് ടു 2y ഡെറിവേറ്റീവ് എന്താവും? ഇ റൈസ് ടു എ എക്സ് ആണെങ്കിൽ ഇ റൈസ് ടു എ എക്സ് ഇൻറ്റു എ ആണ്. ഇവിടെ വിത്ത് റെസ്പെക്ട് വൈക്ക് ചെയ്യുന്നതുകൊണ്ട് ഇ റൈസ് ടു 2y ഇൻറ്റു 2 കൂടെ വരും. ആ 2 തമ്മിൽ ക്യാൻസലായി പോവും. പിന്നെ അവിടെ ബി കോൺസ്റ്റൻ്റ് ആണ്. അങ്ങനെ എന്ത് വരുന്നു? ക്യൂ ഈക്വൽ ടു എ എക്സ് ഇൻറ്റു ഇ റൈസ് ടു വൈ പ്ലസ് എ സ്ക്വയർ ഇൻറ്റു ഇ റൈസ് ടു 2y ആയി. ഇപ്പോൾ ഈ പേജ് നമ്പർ മാറ്റാതെ ഇവിടെ ഇപ്പോൾ ഇക്വേഷൻ നമ്പർ 1, 2, 3 ഇക്വേഷൻ നമ്പർ 1, 2, 3 നിന്നും നമ്മൾ സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് എയുടെ വാല്യൂ കിട്ടും. തേർഡ് ഇക്വേഷനിൽ നിന്ന് വേണമെങ്കിൽ എയുടെ വാല്യൂ കാണാൻ പറ്റും. അത് പക്ഷേ ഫസ്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ബീനെ കളയാൻ പറ്റില്ല. അപ്പോൾ ബീനെ നമുക്ക് കളയാൻ നമുക്ക് പറ്റാത്തതുകൊണ്ട് ഞാനിവിടെ ഫസ്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്യുന്നില്ല. സെക്കൻഡ് ഇക്വേഷനിൽ എ ഇൻറ്റു ഇ റൈസ് ടു വൈ അല്ലെങ്കിൽ അവിടെ എ വരുന്ന ഇടത്തിൽ എന്ത് കൊടുക്കാം? പി ബൈ ഇ റൈസ് ടു വൈ. അപ്പോൾ എവിടെയൊക്കെ എ വരുന്നു അവിടെയൊക്കെ പി ബൈ ഇ റൈസ് ടു വൈ എടുത്ത് തേർഡ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയല്ലോ. റീസൺ മനസ്സിലാക്കുക. ഫസ്റ്റ് ഇക്വേഷനിൽ പ്ലസ് ബി കിടക്കുകയാണ്. സെക്കൻഡ് ഇക്വേഷൻ തേർഡ് ഇക്വേഷനിൽ എയുടെ സിമ്പിൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് എയുടെ വാല്യൂ കണ്ട് നമുക്ക് സപ്പോസ് ഫസ്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ബീനെ എങ്ങനെ കളയും? അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്യുന്നില്ല. സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് എയുടെ വാല്യൂ കാണുന്നു. എയുടെ വാല്യൂ കണ്ട് എന്തിടുന്നു? അത് തേർഡ് ഇക്വേഷനിൽ കിടന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അറ്റ് എ ടൈം 3 ഇക്വേഷൻ യൂസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. സോ നമുക്ക് അങ്ങനെ കിട്ടുന്ന വാല്യൂ എന്താണ്? ജസ്റ്റ് നമുക്ക് എയുടെ വാല്യൂ കണ്ട് അത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എയുടെ വാല്യൂ പി ബൈ ഇ റൈസ് ടു വൈ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പി ബൈ ഇ റൈസ് ടു വൈ ഇൻറ്റു എക്സ് ഇൻറ്റു ഇ റൈസ് ടു വൈ. പിന്നെ അവിടെ സ്ക്വയർ വരുന്നതുകൊണ്ട് പി സ്ക്വയർ ബൈ ഇ റൈസ് ടു വൈ ദ ഹോൾ സ്ക്വയർ ആണ്. ഇ റൈസ് ടു വൈ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ഇ റൈസ് ടു വൈ ഇൻറ്റു ഇ റൈസ് ടു വൈ ആണ്. ക്യാൻസൽ ആകുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ്. ഓക്കെ, അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ അതുപോലെ നോക്കുക. അവിടെ നമുക്ക് വിത്ത് റെസ്പെക്ട് എക്സിന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ വരുന്നുണ്ട്. റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സ് ആണ്. ഏതിനാണ് എക്സിനെ കൺസിഡർ ചെയ്തോ അത് ഒന്നുകൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 1/2 ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇൻറ്റു 2x ആണ്. കാര്യം എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഒന്നുകൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2x കിട്ടും. ഓക്കെ, അത് മാത്രമാണ് അവിടെ ഡിഫറൻറ്റ് വരുന്നത്. ബാക്കി നിങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് അവിടെ കിട്ടുന്ന തേർഡ് ഇക്വേഷൻ കിട്ടി, പിന്നെ അതുപോലെ സെക്കൻഡ് ഇക്വേഷൻ കിട്ടി. സെക്കൻഡ് ഇക്വേഷനിലും തേർഡ് ഇക്വേഷനിൽ നമുക്ക് എക്സ് സ്ക്വയർ റൂട്ട് എ സ്ക്വയർ മാത്രമേ കാണുന്നുള്ളൂ. സോ അവിടെ നിന്ന് നമുക്ക് വാല്യൂ കണ്ടിട്ട് ഫസ്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ബിയുടെ വാല്യൂ കളയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനിവിടെ ഫസ്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്യുന്നില്ല. സെക്കൻഡ് ഇക്വേഷനിൽ നിന്നും സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയറിൻ്റെ വാല്യൂ കാണാൻ പറ്റും. അതെടുത്ത് തേർഡ് ഇക്വേഷൻ അല്ലേ, ഒന്നെങ്കിൽ സെക്കൻഡ് ഇക്വേഷനിൽ കാണാം അല്ലെങ്കിൽ തേർഡ് ഇക്വേഷൻ കാണാം. തേർഡ് ഇക്വേഷനിൽ നിന്നും റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയറിൻ്റെ വാല്യൂ കാണാൻ പറ്റും. അത് നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്ത് വരുന്നത് ഫോം ദി പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സാമ്പിൾ 1.14 പേജ് നമ്പർ 8. ഫോം ദ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ all sphere whose radii are the same. ആൾ സ്പിയർ ആണ്. ആൾ സ്പിയർ എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് സെൻറ്റർ എവിടെ വേണമെങ്കിൽ എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായിരിക്കാം? ആർബിട്രറി ആയിട്ട് ചൂസ് ചെയ്യുകയാണെങ്കിൽ XYZ പ്ലെയിനിൽ നിന്നും നമുക്ക് എവിടെ വേണമെങ്കിൽ എടുക്കാം. XY പ്ലെയിൻ ആണെങ്കിൽ നമുക്ക് ഇസറ്റിന് പകരം 0 ഇടാം. XZ പ്ലെയിൻ ആണെങ്കിൽ വൈക്ക് വരുന്ന ഓർഡിനേറ്റ്സിൽ പകരം 0 ഇടാം. സപ്പോസ് YZ പ്ലെയിൻ ആണെങ്കിൽ എന്ത് ചെയ്യാം? 0,
പിന്നെ ബി കമ ഇസഡ് എന്നെടുക്കാം. എവിടെ വാല്യൂ ഉണ്ട്? വൈ ആക്സിസിലും വാല്യൂ കാണും, ഇസഡ് ആക്സിസിലും വാല്യൂ കാണും, എക്സ് ആക്സിസിൽ വാല്യൂ കാണൂല. സോ ഇവിടെ നമുക്ക് എടുക്കുന്ന ടേം എവിടെ നിന്നാണ് തന്നിരിക്കുന്നത്? ഓഫ് ആൾ സ്പിയർ ഫോം ദ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ആൾ സ്പിയർ ഹൂസ് റേഡിയൈ ആർ ദി സെയിം. സോ അപ്പോൾ എവിടെ എടുക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്തായിരിക്കും? ത്രൂ ഔട്ടായിട്ട് എക്സ് വൈ സെറ്റിൽ നിന്നും എടുക്കണം. ത്രൂ ഔട്ടായിട്ട് എക്സ് വൈ സെറ്റിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും? എക്സിന് വാല്യൂ ഉണ്ടായിരിക്കും, വൈന് വാല്യൂ ഉണ്ടായിരിക്കും, ഇസറ്റിന് വാല്യൂ ഉണ്ടായിരിക്കും. അപ്പോൾ അതാണ് നമ്മുടെ സെൻറ്റർ എ കമ ബി കമ സി. റേഡിയസ് ഫിക്സഡ് ആണ്, അതാ ഒരു പ്രാവശ്യം ചൂസ് ചെയ്താൽ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആർബിട്രറി അല്ല, അത് ജസ്റ്റ് ഒരു കോൺസ്റ്റൻ്റ് ആണ്. അങ്ങനെ എന്താവും? എക്സ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ പ്ലസ് ഇസഡ് മൈനസ് സി ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. പിന്നെ വിത്ത് റെസ്പെക്റ്റ് നമുക്കിവിടെ നമ്പർ ഓഫ് ആർബിട്രറി കോൺസ്റ്റൻറ്റ് 3 ആണ്, എയും ബിയും സി. നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് 2 ആണ്. അപ്പോൾ നമ്പർ ഓഫ് ആർബിട്രറി കോൺസ്റ്റൻറ്റ് നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസായിട്ട് കൂടുതലാണെങ്കിൽ എക്സിനും വൈനും ഓരോ പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ പോരാ. എക്സിന് 2 ടൈംസ് പാർഷ്യൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം, അതുപോലെ വൈ കൊണ്ട് 2 ടൈംസ് പാർഷ്യൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നതാണ്. പിന്നെ എക്സിന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ഒന്നുകൂടെ വൈക്ക് പാർഷ്യൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ഇത്രയും കൂടെ ചെയ്യേണ്ടി വരും. കുറച്ച് കെയർഫുള്ളായി ചെയ്യുക. അപ്പോൾ ഞാൻ ഈ പ്രോബ്ലത്തിൽ ഫസ്റ്റ് ഇക്വേഷൻ നമ്പർ 1 വിത്ത് റെസ്പെക്റ്റ് എക്സിന് പാർഷ്യൽ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നിങ്ങൾ വളരെ ക്ലിയർ അറിയുന്നതാണ്. എക്സ് മൈനസ് എ ഹോൾ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2 × എക്സ് മൈനസ് എ. പിന്നെ സെക്കൻഡ് ടൈം കോൺസ്റ്റൻ്റ് ആവും. പിന്നെ ഇസഡ് മൈനസ് സി ദ ഹോൾ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ഇസഡ് ഈസ് എ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആയതുകൊണ്ട് 2 × ഇസഡ് മൈനസ് സി. പിന്നെ ഇസഡ് മൈനസ് സീൻ്റെ ഡിഫറൻസ് ചെയ്യുമ്പോൾ ഡോ ഇസഡ് ബൈ ഡോ എക്സ്. പിന്നെ 2 തമ്മിൽ കോമൺ എടുത്ത് റൈറ്റ് സൈഡ് കൊണ്ടുപോകുമ്പോൾ 0/2 എന്നാവും, അത് ക്യാൻസൽ ആവും. സോ അങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി. സിമിലർലി ഇക്വേഷൻ നമ്പർ 1 വിത്ത് റെസ്പെക്റ്റ് വൈക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ഇക്വേഷൻ നമ്പർ 3 കിട്ടും. പിന്നെ ഇക്വേഷൻ നമ്പർ 2 ഒന്നുകൂടെ പാർഷ്യൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഒന്നുകൂടെ വളരെ ക്ലിയർ ആണ് നോക്ക്. ഇക്വേഷൻ നമ്പർ 2 വിത്ത് റെസ്പെക്റ്റ് എക്സിന് ഒന്നുകൂടെ പാർഷ്യൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 1ൻ്റെ ഡെറിവേറ്റീവ് എക്സ് മൈനസ് എൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്, തീർന്നു. പക്ഷേ ഇസഡ് മൈനസ് സി അവിടെ വേരിയബിളാണ്. കാരണം ഇസഡിനകത്ത് എന്തുണ്ട്? എക്സും വൈയും ഉണ്ട്. പി എന്ന് പറയുമ്പോൾ ഡോ ഇസഡ് ബൈ ഡോ എക്സ് ആണ്. ഡോ ഇസഡ് ബൈ ഡോ എക്സിന് ഒരു ഫംഗ്ഷനെ വിത്ത് റെസ്പെക്റ്റ് എക്സിന് പാർഷ്യൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫംഗ്ഷനിൽ എക്സും ഉണ്ടായിരിക്കാം വൈയും ഉണ്ടായിരിക്കാം. സോ അപ്പോൾ അതും ഒരു വേരിയബിളാണ്. അപ്പോൾ അവിടെ പ്രോഡക്റ്റ് റൂളാണ്. അങ്ങനെയാണ് നമുക്ക് 1 എന്താണ് ഇസഡ് മൈനസ് സി ഇൻറ്റു പിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. പി എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? ഡോ ഇസഡ് ബൈ ഡോ എക്സ് ആണ്. ഡോ ഇസഡ് ബൈ ഡോ എക്സ് ഒന്നുകൂടെ എക്സിന് ഡിഫറൻഷ്യേറ്റ് എന്താവും? ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് എന്താണ്? പി ഇൻറ്റു ദാറ്റ് ഈസ് ഡോ ഇസഡ് ബൈ ഡോ എക്സ് ഇൻറ്റു ഇസഡ് മൈനസ് സിനെ വിത്ത് റെസ്പെക്റ്റ് എക്സിന് ഡിഫറൻഷ്യേറ്റ് എന്താവും? ഒന്നുകൂടെ ഡോ ഇസഡ് ബൈ ഡോ എക്സ് ആവും. എയുടെ വാല്യൂ 0 ആവും. അതാണ് ഇവിടെ ഡോ ഇസഡ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ ഇസഡ് ബൈ ഡോ എക്സ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ കേള്. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്ത് ഇക്വേഷൻ നമ്പർ എക്സ് തന്നിരിക്കുന്ന ഗിവൺ ഇക്വേഷനെ എക്സിന് പാർഷ്യൽ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് പിന്നെ വൈക്ക് പാർഷ്യൽ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് പിന്നെ നമുക്കിവിടെ ആർബിട്രറി കോൺസ്റ്റൻറ്റിൻ്റെ എണ്ണം നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് കൂടുതലുണ്ട്. സെക്കൻഡ് ഇക്വേഷൻ ഒന്നുകൂടെ എക്സിന് പാർഷ്യൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എക്സ് മൈനസ് എ എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആവും, എ കോൺസ്റ്റൻ്റ് ആണ് 0 ആവും, 1 ആണ്. അടുത്ത് ഇസഡ് മൈനസ് സി ഇസഡിനകത്ത് എക്സ് വൈൻ്റെ ടേം ഉണ്ട്. അതുപോലെ പി ഡോ ഇസഡ് ബൈ ഡോ എക്സ് ആണ്, അവിടെയും നമുക്ക് എക്സ് വൈൻ്റെ ടേം ഉണ്ട്. അപ്പോൾ ഇസഡ് മൈനസ് സിയും പിയും വേരിയബിളാണ്. സോ അത് നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് റൂളാണ്. അപ്പോൾ ഇസഡ് മൈനസ് സി ഇൻറ്റു പിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. പി എന്ന് പറയുമ്പോൾ ആക്ച്വലി ഡോ ഇസഡ് ബൈ ഡോ എക്സ് ആണ് നൊട്ടേഷൻ. എന്താവും? ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ എക്സ് സ്ക്വയർ എന്നാവും പ്ലസ് പി ഇൻറ്റു ദാറ്റ് ഈസ് ഡോ ഇസഡ് ബൈ ഡോ എക്സ് ഇൻറ്റു ഇസഡ് മൈനസ് സിനെ ഒന്നുകൂടെ വിത്ത് റെസ്പെക്റ്റ് എക്സിന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഈ ഡോ ഇസഡ് മൈനസ് സിൻ്റെ ഡെറിവേറ്റീവ് ഇസഡിന് എന്താണ്? ഡോ ഇസഡ് ബൈ ഡോ എക്സ് എന്നാവും, സി കോൺസ്റ്റൻ്റ് ആവും. അങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് ഡോ ഇസഡ്. അങ്ങനെ ലാസ്റ്റ് കിട്ടിയിരിക്കുന്നതാണ് 1 + ഇസഡ് മൈനസ് സി പിന്നെ ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ എക്സ് സ്ക്വയറിൻ്റെ സിമ്പിൾ 6 ആണ് പ്ലസ് പി സ്ക്വയർ ഈക്വൽ ടു 0 എന്നാവും. സിമിലർലി അതേപോലെ വിത്ത് റെസ്പെക്റ്റ് വൈക്ക് ഡിഫറൻഷ്യൽ ആണ് കിട്ടുന്ന വാല്യൂ 1 + ഇസഡ് മൈനസ് സി ഇൻറ്റു ടി പ്ലസ് ക്യൂ സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇപ്പോൾ ഇക്വേഷൻ നമ്പർ 1, 2, 3, 4, 5 നമ്മുടെ കയ്യിലിരിക്കുക. പിന്നെ വിത്ത് റെസ്പെക്റ്റ് ഞാൻ ഇക്വേഷൻ നമ്പർ 2 വിത്ത് റെസ്പെക്റ്റ് വൈക്ക് കൂടെ ഒന്നുകൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ആ ഡിഫറൻഷ്യേറ്റ് ചെയ്യാതെ തന്നെ നമുക്കിവിടെ ആൻസർ കിട്ടുന്നതുകൊണ്ട് ഞാൻ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. നിങ്ങൾ വേണമെങ്കിൽ നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒന്നുകൂടെ നീ ഡിഫറൻസ്. എന്തുകൊണ്ട്? ഞാനിപ്പോൾ എൻ്റെ 4th ഇക്വേഷനിൽ നിന്നും ഇസഡ് മൈനസ് സിയുടെ വാല്യൂ കിട്ടും. കാര്യം 4th ഇക്വേഷൻ ഏതില്ല? എയും ഇല്ല ബിയും ഇല്ല. അതുപോലെ 5th ഇക്വേഷനിൽ എന്താണ്? എയും ഇല്ല ബിയും ഇല്ല. അപ്പോൾ 4th ഇക്വേഷനിൽ നിന്ന് ഇസഡ് മൈനസ് സിയുടെ വാല്യൂ കണ്ട് അത് എൻ്റെ 5th ഇക്വേഷനിലും ഇസഡ് മൈനസ് സിയുടെ വാല്യൂ കണ്ട്
തമ്മിൽ ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എയുടെയും ബിയുടെയും സിയുടെയും വിലയില്ലാത്ത വില കിട്ടും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഫസ്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്യുന്നില്ല. ഫസ്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്യുന്നില്ല. അതുപോലെ തന്നിരിക്കുന്ന ഗിവൺ ഇക്വേഷൻ നമുക്ക് എന്തൊക്കെ കാണണം? എക്സ് കൊണ്ട് 2 ടൈംസ് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം, വൈ കൊണ്ട് 2 ടൈംസ് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. പിന്നെ എക്സിന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ഒന്നുകൂടെ വൈക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നിനക്ക് അതിനെ യൂസ് ചെയ്ത് നിനക്ക് വേറെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോം ചെയ്യാൻ പറ്റും. സപ്പോസ് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സിന് ഡിഫറൻഷ്യേറ്റ് ഒന്നുകൂടെ വൈക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ പുതിയൊരു ഇക്വേഷൻ കിട്ടും. ആ ഇക്വേഷനെയും തേർഡ് ഇക്വേഷനെയും യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പുതിയൊരു PDE കിട്ടും. പിന്നെ ആ ഇക്വേഷനെയും ഫോർത്ത് ഇക്വേഷനെയും യൂസ് ചെയ്യുകയാണെങ്കിൽ പുതിയൊരു PDE കിട്ടും. പിന്നെ ആ ഇക്വേഷനെയും ഫിഫ്ത്ത് ഇക്വേഷനെയും യൂസ് ചെയ്യുകയാണെങ്കിൽ വേറൊരു പുതിയൊരു PDE കിട്ടും. സോ അങ്ങനെ കിട്ടുന്ന സൊല്യൂഷൻ യുണീക്കല്ല. വളരെ ക്ലിയറായിട്ട് മനസ്സിലായി കാണും. അതായത് നമ്മുടെ ഇക്വേഷൻ നമ്പർ 1 നമുക്ക് എക്സിന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് വൈക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്തു. പിന്നെ എക്സിന് ഡിഫറൻഷ്യേറ്റ് ചെയ്തതിന് ഒന്നുകൂടെ എക്സിന് ഡിഫറൻഷ്യേറ്റ് ചെയ്തു. വൈക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്തതിന് ഒന്നുകൂടെ വൈക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്തു. പിന്നെ എന്ത് ചെയ്യണം? എക്സിന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ഒന്നുകൂടെ വൈക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. നമുക്കതിവിടെ ചെയ്തിട്ടില്ല. കാര്യം എക്സിന് 2 ടൈംസ് എക്സിന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് 2 ടൈംസ് വൈക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് തന്നെ എന്തൊക്കെ പോയി? എയും ബിയും പോയി. എന്ത് മാത്രമുണ്ട്? സി മാത്രമുണ്ട്. അത് കളയാൻ നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ ഇസഡ് മൈനസ് സിയും ഫോർത്ത് ഇക്വേഷൻ ഇസഡ് മൈനസ് സിയും ഫിഫ്ത്ത് ഇക്വേഷൻ ഇസഡ് മൈനസ് സിയുടെ വാല്യൂം കണ്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇസറ്റും എയും പോവും, ബിയും പോവും, സിയും പോവും. ഇപ്പോൾ സപ്പോസ് എക്സിന് ഡിഫറൻഷ്യേറ്റ് ഒന്നുകൂടെ നീ വൈക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ഒരു ഇക്വേഷൻ കൂടെ കിട്ടും. ആ ഇക്വേഷൻ നമ്പർ 6 എന്ന് എടുക്കുകയാണെങ്കിൽ 4നെയും 6നെയും യൂസ് ചെയ്യുമ്പോൾ ഒരു PDE കിട്ടും. 5നെയും 6നെയും യൂസ് ചെയ്യുമ്പോൾ ഒരു PDE കിട്ടും. അങ്ങനെ 3 പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടും നമുക്ക് ആർബിട്രറി കോൺസ്റ്റൻ്റ് ഇല്ലാതെ. അപ്പോൾ ഇവിടുന്ന് എന്ത് മനസ്സിലാക്കുന്നത്? നമുക്ക് കിട്ടുന്ന എൻ്റെ സൊല്യൂഷൻ യുണീക്കല്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഒരു കേരള യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. ഒബ്ടൈൻഡ് ദ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ബൈ എലിമിനേറ്റിംഗ് ABC ഫ്രം h² + a² + y² + b² + z² / c² = 1. ആർബിട്രറി കോൺസ്റ്റൻ്റ് എത്ര മക്കളെ? താഴെ A വരുന്നുണ്ട്, B വരുന്നുണ്ട്, C വരുന്നുണ്ട്, 3 ആണ്. ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ് എന്തൊക്കെയാണ്? എക്സും വൈയുമാണ്, 2 ആണ്. ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എക്സും വൈയുമാണ്, 2 ആണ്. ആർബിട്രറി കോൺസ്റ്റൻറ്റ് 3 ആണ്. ഇസറ്റ് ഡിപ്പെൻഡൻറ്റ് വേരിയബിളാണ്. അപ്പോൾ എന്താ ഇതിൽ നമുക്ക് ഫസ്റ്റ് ഓർഡർ പോരാ, സെക്കൻഡ് ഓർഡർ അല്ലെങ്കിൽ ഹയർ ഓർഡർ PDE ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, മര്യാദയ്ക്ക് ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്ത് എക്സിന് പാർഷ്യൽ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് അപ്പോൾ x² എന്താവും? 2x/a² എന്നാവും. y² ടൈം പോവും. z² ഡെറിവേറ്റീവ് എന്താവും? z² വേരിയബിൾ ആയതുകൊണ്ട് 2z/c² ഇൻറ്റു ∂z/∂x എന്നാവും. സോ അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇക്വേഷൻ നമ്പർ 2 ആയി. ഇപ്പോൾ ആക്ച്വലി ഞാൻ ചെയ്യേണ്ടത് ഇക്വേഷൻ നമ്പർ 1 വിത്ത് റെസ്പെക്ട് വൈക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. കൺഫ്യൂസ് ആകാതെ ഈ പ്രോബ്ലത്തിൽ വിത്ത് റെസ്പെക്ട് വൈക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. പിന്നെ എക്സിന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ഒന്നുകൂടെ എക്സിന് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. വൈക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ഒന്നുകൂടെ വൈക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ഓക്കെ, അതുപോലെ എക്സിന് ഡിഫറൻഷ്യേറ്റ് ഒന്നുകൂടെ വൈക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ഇങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് 3 ഇക്വേഷൻസ് കിട്ടും. ആ ഇക്വേഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യണം. സോ അങ്ങനെ ചെയ്താൽ അങ്ങനെ ചെയ്യുക. പക്ഷേ ഞാൻ നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ നമ്പർ 1, അതായത് വിത്ത് റെസ്പെക്ട് എക്സിന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത ഇക്വേഷനെ ഒന്നുകൂടെ വിത്ത് റെസ്പെക്ട് വൈക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് കോൺസ്റ്റൻ്റ് ഇല്ലാതെ പുതിയ ഇക്വേഷൻ കിട്ടി. സാർ അതെങ്ങനെ മനസ്സിലാക്കും? ഈ പ്രാർത്ഥത്തിൽ ഓർത്ത് വച്ചിരുന്നു. അത് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഈ പ്രാർത്ഥത്തിൽ ഓർത്ത് വച്ചിരുന്നു. നമ്മൾ തന്നിരിക്കുന്ന സെക്കൻഡ് ഫസ്റ്റ്, അതായത് എക്സിന് ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് പിന്നെ അതിനെ വൈക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഉടനെ തന്നെ എന്ത് കിട്ടുന്നു? കോൺസ്റ്റൻ്റ് ഇല്ലാതെ പുതിയ PDE കിട്ടുന്നു. അപ്പോൾ അത്ര ടൈം നമുക്ക് ലാഭമാണ്. അപ്പോൾ ഈ ക്വസ്റ്റിനെ ജസ്റ്റ് ഓർത്ത് വെച്ചോ. x² / a² + y² + b² + z² / c² = 1 ആണെങ്കിൽ നമുക്ക് ചെയ്താൽ മതി എന്ന് ഓർത്ത് വെച്ചിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഇക്വേഷൻ നമ്പർ 2 വിത്ത് റെസ്പെക്ട് വൈക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ടേം x/a² അങ്ങനെ തന്നെ പോകും. പിന്നെ 1/c² കോൺസ്റ്റൻ്റ് ആണ്. കാരണം x/a² എക്സ് കോൺസ്റ്റൻ്റ് ട്രീറ്റ് ചെയ്യുന്നു, ആ ടേം പോകും. 1/c² നമ്മുടെ പുറത്ത് വരും. പിന്നെ z/p വിത്ത് റെസ്പെക്ട് വൈക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അടുത്ത പേജിലേക്ക്, പേജ് നമ്പർ 10. സോ 1/c² z ∂z/∂x വിത്ത് റെസ്പെക്ട് വൈക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ
ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ വൈ ഡോ എക്സ് എന്നാവും. പിന്നെ അത് പ്രോഡക്റ്റ് റൂളാണേ. പിന്നെ എന്താണ് ഡോ ഇസഡ് ബൈ ഡോ എക്സ് ഉണ്ട്, അതായത് പി ഇൻറ്റു ഇസഡിനെ വിത്ത് റെസ്പെക്ട് വൈക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഡോ ഇസഡ് ബൈ ഡോ വൈ എന്നാവും. പിന്നെ അവിടെ സിമ്പിൾ ഇടുമ്പോൾ ഇസഡ് ഇൻറ്റു ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ എക്സ് ഡോ വൈയോ അല്ലെങ്കിൽ ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ വൈ ഡോ എക്സോ അതിൻ്റെ സിമ്പിൾ എസ് ആണ്. പിന്നെ ഡോ ഇസഡ് ബൈ ഡോ എക്സിൻ്റെ സിമ്പിൾ പി ആണ്. ഡോ ഇസഡ് ബൈ ഡോ ഡോ ക്യൂ ഇട്ട് പിന്നെ ഈ സി സ്ക്വയറിനെ റൈറ്റ് സൈഡ് കൊണ്ടുപോകുമ്പോൾ 0 ഇൻറ്റു സി സ്ക്വയർ എന്നാവും. ഈ ഇക്വേഷനിൽ എന്ത് വരുന്നില്ല? കോൺസ്റ്റൻ്റ് ഇല്ല. അപ്പോൾ നീ എക്സിന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് 2 ടൈംസ് എക്സിന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് അങ്ങനെ പോയി വൈക്ക് ഡിഫറൻഷ്യേറ്റ് 2 ടൈംസ് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് പോയാലും എക്സിന് ഡിഫറൻഷ്യേറ്റ് ഒന്നുകൂടെ വൈക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് പോയാലും നിനക്ക് ഡിഫറൻറ്റ് സൊല്യൂഷൻ കിട്ടുമായിരിക്കും. പക്ഷേ ഞാൻ ഇത്രയും ചെയ്തപ്പോൾ എനിക്ക് 3 ചെയ്ത് നോക്കിയപ്പോൾ ഉടനെ തന്നെ ഇത് ആൻസർ കിട്ടിയത് കൊണ്ടാണ് ഇവിടെ ഷോർട്ട് ഔട്ട് ചെയ്തിരിക്കുന്നത്. ഇത് ഓർത്ത് വച്ചിരുന്നോ? വേറെ എനിക്കൊന്നും പറയാനില്ല. ഈ സെയിം ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ സമയം കളയാതിരിക്കാൻ ഇത് ഓർത്ത് വച്ചിരുന്നു. ഓക്കെ, അതാണ് അവിടെ ലാസ്റ്റിൽ ഇരിക്കുന്നത്. എന്താണ് ഇരിക്കുന്നത്? വി മേ ആൾസോ ഗെറ്റ് ഡിഫറെൻറ്റ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. സോ ദ ആൻസർ ഈസ് നോട്ട് യുണീക്ക്. ജസ്റ്റ് മുമ്പുള്ള പ്രോബ്ലത്തിൽ എന്ത് ചെയ്തു? ഞാൻ എക്സിന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് വിത്ത് റെസ്പെക്ട് ടു വൈക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നമുക്ക് ആ ഇക്വേഷനെ 6 എന്ന് എടുക്കുകയാണെങ്കിൽ 4നെ 6നെ യൂസ് ചെയ്യുമ്പോൾ ഒരു പുതിയ പി ഡി കിട്ടും. 5നെ 6നെ യൂസ് ചെയ്യുമ്പോൾ ഒരു പി ഡി കിട്ടും. പിന്നെ 4നെ 5നെ യൂസ് ചെയ്യുമ്പോൾ ഒരു പി ഡി കിട്ടും. 3ഉം സൊല്യൂഷൻ തന്നെയാണ്, അത് യുണീക്ക് അല്ല. പക്ഷേ എനിക്ക് 4ഉം 5ഉം കണ്ടപ്പോൾ തന്നെ ആൾറെഡി എയും പോയി ബിയും പോയി, സി മാത്രം കിടക്കണം. അപ്പോൾ അവിടെ നിന്ന് 4th ഇക്വേഷൻ ഇസഡ് മൈനസ് സിയുടെ വാല്യൂ കണ്ടു, 5th ഇക്വേഷൻ ഇസഡ് മൈനസ് സിയുടെ വാല്യൂ കണ്ടു. ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടി? നമുക്ക് ഒരു കോൺസ്റ്റന്റ് സി ഇല്ലാത്തൊരു ഇക്വേഷൻ നമുക്ക് കിട്ടി. നീ തന്നെ ആലോചിച്ച് നോക്കും. ഇത്രയും പ്രോബ്ലം വളരെ ക്ലിയർ ആകുമ്പോൾ നിനക്ക് മനസ്സിലാക്കാൻ പറ്റും. അടുത്ത 2 ക്വസ്റ്റ്യനിൽ 1.16 അതൊരു കേരള യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യനാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഞാനത് പഠിപ്പിക്കുന്നത്. ആ ക്വസ്റ്റ്യൻ ഡയറക്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കാൻ പറ്റില്ല. ആ ക്വസ്റ്റ്യൻ വേണം. ഫോം പി ഡി ഓഫ് ആൾ സ്പിയേഴ്സ് വിച്ച് ആർ അറ്റ് കോൺസ്റ്റൻറ്റ് ഡിസ്റ്റൻസ് കെ ഫ്രം ദ ഒറിജിൻ. ഫോം പി ഡി ഓഫ് ആൾ പ്ലൈൻസിൻ്റെ ഇക്വേഷൻ വിച്ച് ആർ അറ്റ് കോൺസ്റ്റൻറ്റ് ഡിസ്റ്റൻസ് കെ ഫ്രം ദ ഒറിജിൻ. ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് നീ ഒരു 12th സ്റ്റാൻഡേർഡിൽ നീ വായിച്ചതാണ്. ഈ പ്ലൈൻ്റെ ഇക്വേഷൻ LX പ്ലസ് MY പ്ലസ് NZ, അതായത് LX പ്ലസ് MY പ്ലസ് NZ ഈക്വൽ ടു എത്ര ഡിസ്റ്റൻസാണ്? ആ കെ ആകുമ്പോൾ കെ ഡിസ്റ്റൻസാണ്, കെ ആണ്. അപ്പോൾ ഇവിടെ കെ എന്ന് പറയുന്നത് ആൾറെഡി തന്നിട്ടുണ്ട്, അത് കോൺസ്റ്റൻ്റ് ആണ്. ഈ ഡയറക്ഷൻ കൊസൈൻ വരുന്ന എല്ലും എമ്മും എൻ എന്ന് പറയുന്നത് നമുക്ക് ആ ചൂസ് ചെയ്തതാണ്. ഏത് നമുക്ക് ചൂസ് ചെയ്യുന്നു, ഡയറക്ഷൻ കൊസൈനായിട്ട് ഏത് ചൂസ് ചെയ്യുന്നു, അതിന് ഒരു റിസൾട്ടുണ്ട്. ആ റിസൾട്ടാണ് L² പ്ലസ് M² പ്ലസ് N² ഈക്വൽ ടു 1. ഇവിടെ നമുക്ക് ഡയറക്ഷൻ കൊസൈനായിട്ട് യൂസ് ചെയ്യുന്ന എന്താണ്? എല്ലും എമ്മും എന്നും നമ്മുടെ ഇഷ്ടമായിട്ടിട്ട സിമ്പിളാണ്. അതിപ്പോൾ അത് ആർബിട്രറി ആണ്. പക്ഷേ കെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആർബിട്രറി അല്ല. സോ ഇതിനെ നമുക്ക് തന്നിരിക്കുന്ന ഇതിനെ നമുക്ക് ഡയറക്ഷൻ കൊസൈനായിട്ട് LMN എടുക്കുകയാണെങ്കിൽ അതിനെ 3നെയും കണക്ട് ചെയ്യുന്ന റിലേഷൻ നടന്നത് L² പ്ലസ് M² പ്ലസ് N² ഈക്വൽ ടു 1 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ L² പ്ലസ് M² പ്ലസ് N² ഈക്വൽ ടു 1 ഇരിക്കുന്നത്. ആക്ച്വലി 3 ഇത്ര നമ്പർ ഓഫ് ആർബിട്രറി കോൺസ്റ്റൻ്റ് എന്നാണ് 3 ഇരിക്കുന്നത്. പക്ഷേ ഇവിടെ നോക്കടാ, ഈ L² വാല്യൂ എടുക്കുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് M² പ്ലസ് എന്ത് കിട്ടും? നമുക്ക് 1 മൈനസ് M² പ്ലസ് N² എന്നായി. അപ്പോൾ എല്ലിന് ഇൻ ടേം ഓഫ് എം എന്നായിട്ട് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ കാണുമ്പോൾ 3 കോൺസ്റ്റൻ്റ് ആയതുപോലെ ഇരുന്നാലും അവിടെ എല്ലിനെ നമുക്ക് എന്താവും? എമ്മിനെ എന്നിലും കൊണ്ടുവരാം. അപ്പോൾ ഇത്ര കോൺസ്റ്റൻ്റ് ആയി? 2 കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൂ. മനസ്സിലായില്ല അല്ലേ? അപ്പോൾ L² പ്ലസ് M² പ്ലസ് N² ഇരിക്കുന്നു. എല്ലും എമ്മും എന്നും കോൺസ്റ്റൻ്റ് ആണ്. അവിടെ നിന്ന് L² വാല്യൂ കണ്ടു. എന്ത് കിട്ടി? 1 മൈനസ് M² മൈനസ് N² എന്ന് കിട്ടി. അപ്പോൾ എല്ലിന് മുമ്പ് നമുക്ക് ആ വാല്യൂ ഇടുകയാണ്. എത്ര കോൺസ്റ്റൻ്റ് ആയി? അവിടെ എം എൻ മാത്രം കോൺസ്റ്റൻ്റ് ആയി. സപ്പോസ് M² വാല്യൂ കണ്ട് M² വാല്യൂ കണ്ടാൽ എന്ത് കിട്ടും? 1 മൈനസ് L² മൈനസ് N² എന്ന് കിട്ടും. അപ്പോൾ ആർബിട്രറി കോൺസ്റ്റൻ്റ് ആയി. എം എന്ന് പറഞ്ഞാൽ ഇൻ ടേം ഓഫ് LN ആയി. അപ്പോൾ എന്ത് കാണും? ആർബിട്രറി കോൺസ്റ്റൻ്റ് 2 വരുന്നു. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഈ റിലേഷൻ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന കോൺസ്റ്റൻ്റ് 3 ആയാലും ആ 3ൻ്റെ റിലേഷൻ പ്രകാരം നമുക്ക് ഏതെങ്കിലും ഒരു ഡയറക്ഷണൽ കൊസൈനിൽ വരുന്ന ഒരു കോർഡിനേറ്റ്സ് ബാക്കി 2 കോർഡിനേറ്റ്സ് കൊണ്ടുവരാം. അപ്പോൾ കാണാൻ 3 കോൺസ്റ്റൻ്റ് ആയാലും മൊത്തത്തിലിരിക്കുന്ന ആർബിട്രറി കോൺസ്റ്റൻ്റ് 2 ആണ്. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. 1 ഓഫ് L, M, N can be written in term of other 2. So the number of arbitrary constants to be eliminated is 2. വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ്.
അപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന ഇക്വേഷൻ എന്താണ്? ഒരു പ്ലെയിൻ്റെ ഇക്വേഷൻ LX പ്ലസ് MY പ്ലസ് NZ ഈക്വൽ ടു K ഡിസ്റ്റൻസ് ആണെങ്കിൽ K ആണ്. അവിടെ L, N, ഡയറക്ഷൻ കൊസൈൻ ആണ്. നമുക്ക് ആർബിട്രർ ചൂസ് ചെയ്തത്. അതിൻ്റെ ഇക്വേഷൻ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ എന്താണ്? L² പ്ലസ് M² പ്ലസ് N² ഈക്വൽ ടു 1 ആണ്. ഈ ഇക്വേഷനിൽ നിന്നും ഏതെങ്കിലും ഒരു ടേമിനെ ബാക്കി രണ്ടായിട്ട് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ കാണുമ്പോൾ 3 കോൺസ്റ്റൻ്റാണ്, പക്ഷേ നമുക്ക് ഇരിക്കുന്നത് എന്താണ്? 2 കോൺസ്റ്റൻ്റേ ഉള്ളൂ. ഓക്കെ, സോ നമുക്ക് നമ്പർ ഓഫ് ആർബിട്രറി കോൺസ്റ്റൻസ് 2 ആയതുകൊണ്ട് നമുക്കറിയാം നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും 2 ആണ്. എലിമിനേറ്റിൻ്റെ ആർബിട്രറി കോൺസ്റ്റൻറ്റ് കാണുമ്പോൾ 3 ആയാലും മൊത്തം 2 ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്താണ് നമുക്ക് ഫസ്റ്റ് ഓർഡർ പിടിയാണ് കിട്ടുന്നത്. വിത്ത് റെസ്പെക്ട് എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? LX L ആകും, പിന്നെ MY 0 ആകും, പിന്നെ N ഇൻറ്റു ∂Z/∂X എന്ന് കിട്ടും. ഓക്കെ, അത് വളരെ ക്ലിയർ ആണ്. 2ഉം 3ഉം ആയി. സോ ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ LX പ്ലസ് MY പ്ലസ് NZ ഈക്വൽ ടു K എന്നായി. പക്ഷേ നമുക്ക് അവിടെ എന്ത് പോയില്ല? തന്നിരിക്കുന്ന ഫസ്റ്റ് ഇക്വേഷനിൽ നിന്നും സെക്കൻഡ് ഇക്വേഷനിൽ നിന്നും എല്ലിൻ്റെ വാല്യൂ കാണാൻ പറ്റും, തേർഡ് ഇക്വേഷനിൽ നിന്ന് എമ്മിൻ്റെ വാല്യൂ കാണാൻ പറ്റും. സോ അവിടെ എന്തുണ്ട്? എൻ കിടക്കുകയാണ് അല്ലേ? സോ അപ്പോൾ എന്നിന് നമുക്ക് കളയാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ ചെയ്തിരിക്കുന്നത് ആ K വരുന്നുണ്ടല്ലോ, Kൻ്റെ കൂടെ K ഇൻറ്റു 1 എന്നെടുത്ത്, അതായത് LX പ്ലസ് MY പ്ലസ് NZ ഈക്വൽ ടു Kൻ്റെ കൂടെ K ഇൻറ്റു 1 എന്നെടുത്ത്, ആ 1നെ വേണമെങ്കിൽ √1 എന്നെടുക്കാം. √1 എന്നെടുക്കുക. കാരണം ഈ പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയാണ്. കാര്യം 1 L² പ്ലസ് M² പ്ലസ് N² ഈക്വൽ ടു 1 ആണ്. ഈ സെയിം ക്വസ്റ്റ്യൻ കൂടെ നീ ഡയറക്റ്റായിട്ട് ക്ലാസ് അവിടെ പോയിരുന്ന് ചെയ്യാൻ പറ്റില്ല, ഈ നോക്കിയാലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനായിട്ട് എടുക്കുക. K ഇൻറ്റു 1 വരുന്നു. 1നെ നമുക്ക് എന്തെടുക്കാം? 1 എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? L² പ്ലസ് M² പ്ലസ് N² ഈക്വൽ ടു 1 ആണ്. അവിടെ എന്തെടുക്കാം? L² പ്ലസ് M² പ്ലസ് N² എന്നെടുക്കാം. ഞാൻ √L² പ്ലസ് M² പ്ലസ് N² എടുക്കാൻ കാരണം √1ൻ്റെ വാല്യൂ എന്താണ്? 1 തന്നെയാണ്. സോ അതുകൊണ്ട് എന്താണ്? അതിന് √L² പ്ലസ് M² പ്ലസ് N² എന്ന് കിട്ടും. അതിൻ്റെ വാല്യൂ എന്താണ്? √1 ആണ്. √1ൻ്റെ വാല്യൂ എന്താണ്? 1 ആണ്. അങ്ങനെ ചേർക്കാൻ കാരണമുണ്ട്. ഇപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന എല്ലിൻ്റെ വാല്യൂവിന് എമ്മിൻ്റെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് കോമണായിട്ട് എന്ത് പുറത്തെടുക്കാം? അതുപോലെ നമുക്ക് ഇവിടെ നിന്ന് N പുറത്തെടുക്കാം. എല്ലാ ടേമിൽ നിന്നും എൻ പുറത്തെടുത്താൽ ഫസ്റ്റ് ടേം എന്താവും? പ്ലസ് ടേമിൽ വരുന്ന തേർഡ് ടേം പ്രകാരം Z മൈനസ് PX മൈനസ് Q ആവും. അവിടെ നമുക്ക് എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ N² സ്ക്വയർ റൂട്ടിനകത്ത് 3 ടേമിൽ വരുന്നുണ്ട്. ആ N² കോമണായിട്ട് എടുക്കാം. അത് സ്ക്വയർ റൂട്ടിൻ്റെ പുറത്ത് വരുമ്പോൾ N എന്നാവും. ഇപ്പോൾ ആ N തമ്മിൽ ക്യാൻസലാവും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റില്ല. ഇതുകൂടെ വളരെ ക്ലിയർ ആയിട്ട് നോക്കുക. സോ ആ ഏരിയയിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എക്സാമ്പിൾ 1.17 പേജ് നമ്പർ 10. ഫൈൻഡ് ദ PD ഓഫ് ആൾ പ്ലെയിൻ ഹാവിംഗ് ഈക്വൽ ഇൻ്റർസെപ്റ്റ് ഓഫ് XY ആക്സിസ്, X ആൻഡ് Y ആക്സിസ്. ആക്ച്വലി ഇൻ്റർസെപ്റ്റ് ഫാം എന്ന് പറയും. ഇൻ്റർസെപ്റ്റ് ഫാം നിങ്ങൾക്കെല്ലാം പണ്ടൊക്കെ എല്ലാം പറഞ്ഞില്ല. അതായത് ഇൻ്റർസെപ്റ്റ് ഫാം എന്നാണ് X/A പ്ലസ് Y/B പ്ലസ് Z/C ഈക്വൽ ടു 1 ആണ് ഇൻ്റർസെപ്റ്റ് ഫാം. X/A പ്ലസ് Y/B പ്ലസ് Z/C. എയും ബിയും സിയും ആർബിട്രർ ചൂസ് ചെയ്യുന്നതാണ്. എ എടുക്കുന്നത് എക്സ് ആക്സിസിൽ നിന്നും ബി എടുക്കുന്നത് ഒയിലും സി ഇസറ്റുമാണ് എടുക്കുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് എന്ത് പറഞ്ഞിരിക്കണം നോക്ക് ക്വസ്റ്റ്യനിൽ തന്നെ. സോ ഫൈൻഡ് ദി PD ഓഫ് ആൾ പ്ലെയിൻ ഹാവിംഗ് ഈക്വൽ ഇൻ്റർസെപ്റ്റ് ഓൺ ദി XY ആക്സിസ്. അപ്പോൾ XY ആക്സിസിൽ എടുക്കുന്നത് ഈക്വൽ ഇൻ്റർസെപ്റ്റാണ്. അപ്പോൾ X/A പ്ലസ് Y/A പ്ലസ് Z/C എന്നെടുക്കാം. അപ്പോൾ X/A പ്ലസ് Y/A പ്ലസ് Z/C ഈക്വൽ ടു 1 ആയി. ഇപ്പോൾ ആർബിട്രറി കോൺസ്റ്റൻറ്റ് എന്താണ്? 1 A ആണ് ഒരു ആർബിട്രറി കോൺസ്റ്റൻറ്റ്, പിന്നെ ആർബിട്രറി കോൺസ്റ്റൻറ്റ് C ആണ്. അപ്പോൾ നമ്പർ ഓഫ് ആർബിട്രറി കോൺസ്റ്റൻറ്റ് 2 ആണ്. എലിമിനേറ്റ് ചെയ്യേണ്ട കോൺസ്റ്റൻറ്റ് 2 ആണ്. നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്താണ്? Xഉം Yയും ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? തന്നിരിക്കുന്ന ഇക്വേഷന് ഒരു പ്രാവശ്യം Xനും ഒരു പ്രാവശ്യം Yന് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി. റിസൾട്ട് പറയുന്നത് എന്താണ് മക്കളെ? തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്, നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും നമ്പർ ഓഫ് ആർബിട്രറി കോൺസ്റ്റൻറ്റ് സെയിം ആണെങ്കിൽ Xനും Yനും ഓരോ പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി. കാര്യം അവിടെ ഫസ്റ്റ് ഓർഡർ PD ആണ് കിട്ടുന്നത്. നമ്പർ ഓഫ് ആർബിട്രറി കോൺസ്റ്റൻറ്റ് നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളായിട്ട് കൂടുതലാകുമ്പോഴാണ് സെക്കൻഡ് അല്ലെങ്കിൽ ഹയർ ഓർഡർ PD കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് പ്രോബ്ലം അങ്ങനെ ആയി. അപ്പോൾ ഇത് ഒരു സെക്ഷനായിട്ട് നോക്കും മക്കളെ. അങ്ങനെ ഫസ്റ്റ് ചാപ്റ്റർ ഞാൻ തീർത്ത്. സെക്കൻഡ് അതുപോലെ PD ബൈ എലിമിനേറ്റിംഗ് ആർബിട്രറി ഫംഗ്ഷൻ അത് അടുത്ത വീഡിയോയിൽ നോക്കാം. ശരിയാ മക്കളെ? ഓക്കെ, ബൈ.